കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരന്തരം യാത്രയാണ്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, തിരിച്ചൊക്കെ. അപ്പോൾ ഈ വഴികളിൽ നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ വിളിച്ചു. അദ്ദേഹം ഇപ്പം താനൊരു എക്സ് മുസ്ലിം ആണെന്നും മുസ്ലിം സമൂഹത്തിൻ്റെ മതത്തിൻ്റെ പുറത്തു വന്നുവെന്നും മതത്തിലെ കൺസർവേറ്റീവുകളെ അമിതമായി രാഹുൽ ഈശ്വർ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഒരു പരിഭവ രൂപേണ പറയുകയും വർഷങ്ങളായി എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുകയും ചെയ്തു. ഞാനപ്പോൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിങ്ങൾ എക്സ് മുസ്ലിം ആകരുത്, നല്ല മുസ്ലിം ആകണം, നിങ്ങൾ എക്സ് ഹിന്ദു ആകരുത്, നല്ല ഹിന്ദു ആകണം, എക്സ് ക്രിസ്ത്യൻ ആകരുത്, നല്ല ക്രിസ്ത്യൻ ആകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മതത്തിലേക്ക്, ദൈവീകതയിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിച്ചു നയിക്കുന്നതിൻ്റെ സംഭാഷണമാണുള്ളത്. അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ച് ആദ്യം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി, പേരൊക്കെ മാറ്റിയാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മുസ്ലിമിൽ നിന്ന് മുസ്ലിമിലേക്ക് ചെവിയിൽ ഇയർ പീസ് വെച്ചാൽ സംസാരിക്കുന്നതുകൊണ്ട് റിസ്ക് ഇല്ല. അപ്പോൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ദൈവികമായ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം എടുത്ത് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അദ്ദേഹത്തെ മതം വിട്ടുപോയ മുസ്ലിമിൽ നിന്ന് വിശ്വാസിയായ മുസ്ലിമിലേക്ക് തിരിച്ചു നയിക്കുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. അതാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിലുള്ളത്. എന്തായാലും കാണുക. ഏത് കാര്യത്തിലാണ് അങ്ങനെ തോന്നിയത്? ഏത് നിലപാടിന്റെ കാര്യത്തിലാണ് എനിക്ക് തോന്നിയത്? ഒന്ന്, പിന്നെ ഞാൻ ഉള്ളൂർന്ന് പറയാമോ, ഞാൻ ജനിച്ച ആ പള്ളിയുടെ പേര് തന്നെയാണ് ഇത്. ഞാൻ പറയാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ഓക്കെ, എന്റെ വീട് വക ഒരു പള്ളിയുണ്ട് നാട്ടില്. ആ പള്ളിയുടെ പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയാണ്, ഇത് വന്ന് ഞങ്ങള് ഒരുപാട് റിലീജിയസ് ആയിട്ട് നിസ്കരിക്കുന്ന എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഇന്ന് മതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആരിഫിന്റെ സംസാരം കേട്ടോ, അല്ലെ ജബ്ബാർ മാഷിന്റെ സംസാരം കേട്ടോ ഒന്നുമല്ല. നമ്മൾ തന്നെ ചില മനസ്സിലാക്കലുകൾ, ചില വിരുദ്ധത കണ്ട് അതിൽ നിന്ന് പുറത്തു വന്നവരുണ്ട്. അപ്പം രാഹുലിന്റെ ഈ അടുത്തായിട്ട് ഞാൻ കാണുന്നത്, അതായത് ഒരു ഭാഗത്ത് മുസ്ലിം പ്രതിരോധത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ ശക്തമായി വാദിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നു. ഇപ്പം മുഹമ്മദ് നബിയുടെ കാര്യത്തില് സ്വയം ഒരാൾ വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാണ് മുഹമ്മദ് നബിയുടെ ഒരു ചരിത്രം. അതേപോലെ തന്നെ എന്താ പറയാ, അത് തന്നെയല്ലേ യേശു ക്രിസ്തുവിന്റെയും. ഞാൻ പറയുന്നത് സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താ അറിയാം, അത് തന്നെയല്ലേ എബ്രാഹിമും, അത് തന്നെയല്ലേ മോസസും, അത് തന്നെയല്ലേ യേശു ക്രിസ്തുവും, അത് തന്നെയല്ലേ മുഹമ്മദ് നബിയും. പക്ഷെ ഹിന്ദുസിൽ അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങൾക്ക് പ്രവാചകന്മാരെന്ന സിസ്റ്റം അല്ല, പകരം അവതാരങ്ങൾ എന്നൊക്കെ പറയുന്ന സിസ്റ്റമാണ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അത് രാഹുൽ അത് അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളതില് ഒരാളെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നില്ല. അതായത് അമ്പലത്തിൽ പോകുന്ന ആളുണ്ട്, പോകാത്ത ആൾക്കാരുണ്ട്. ഡിഫറൻസ് ഞാൻ സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. എന്റെ 45 വയസ്സ് വരെ ജീവിതത്തിൽ ഞാൻ കണ്ടത് ഒരിക്കലും അതൊരു ചർച്ചാ വിഷയമാക്കുകയല്ല, അത് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നതോ ഞാൻ കണ്ടില്ല. മറിച്ച് ക്രിസ്ത്യൻസിലായിക്കോട്ടെ മുസ്ലിമിലായിക്കോട്ടെ ഇതൊരു അളവ് പോലാണ്. അവൻ എത്രത്തോളം പള്ളിയിൽ പോകുന്നു, അവൻ എത്രത്തോളം അവന്റെ മതനിയമത്തിൽ ജീവിക്കുന്നു എന്നുള്ളത്. തിരിച്ചൊരു കൗതുകമുള്ള കാര്യം പറയട്ടെ. ഞങ്ങള് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു അച്ചടക്കമോ സാധനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അത് നമ്മുടെ ശക്തിയല്ല. അത് പറയുന്നത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ, അതായത് ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വീണുപോയാല് സഹായിക്കാൻ പോലും ആരുമില്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമല്ല, കുത്തൊഴിച്ച് കിടക്കുകയാണെന്നേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയൊരു എലിമെന്റ് ഓഫ് ഫ്രീഡമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ചൊരു ഘടന ഇല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയെന്നല്ലാതെ അതിന്റെ പിന്നിൽ വേറെ വലിയ സ്ട്രാറ്റജി ഒന്നുമില്ല. ഇതിങ്ങനെ വളരെ വിശാലമായിട്ട് ഒരു ഫ്രെയിംവർക്കായിട്ട് നിൽക്കുന്നതിനപ്പുറം ഗുണമുള്ളൊരു കാര്യം നമുക്ക് ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഇടയിൽ വിവാഹപൂർവ്വ വിദ്യാഭ്യാസം നടപ്പിലാക്കണം ഒരുപാട് നാളെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്കതിനൊരു സ്ട്രക്ചറോ സിസ്റ്റമോ ഇല്ല. ഈ സ്ട്രക്ചർ സിസ്റ്റം ഇല്ലായ്മയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷെ ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു പോയിന്റ്, ഇപ്പം ചരിത്രത്തിൽ പറയുന്നത് 800 കൊല്ലം ഇന്ത്യ മുസ്ലിം ഭരിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് പോലും ഇവിടെ ഒരു മുസ്ലിം മെജോറിറ്റി ആയിട്ടില്ല. എന്നിട്ട് പോലും ഹിന്ദുക്കൾ അവരെ ഇതിൽ തന്നെ വിശ്വാസത്തിന് ഊന്നി പിടിച്ചുകൊണ്ട് ആ ഹിന്ദുവിസം തന്നെയല്ലേ ഇവിടെ മെജോറിറ്റി. ഇവിടെ എന്തെങ്കിലും തരത്തില് നിങ്ങൾ ഈ പറയുന്ന കുറവുകൊണ്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു സ്വാധീനം പുറത്തുനിന്നവർക്ക് ചെലുത്താൻ കഴിഞ്ഞു. പക്ഷേ ഈ ഹിന്ദു എന്ന് പറയുന്നത് ഉദാഹരണം ഈ പറയുന്ന 800 വർഷത്തിന്റെ കണക്കില്ലേ, ഞാൻ വളരെ ഇതായിട്ട് തിരിച്ചു. ഈ 800 വർഷം എന്ന് പറയുന്ന വലിയ കണക്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് പിന്നോക്ക ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ കയറാനുള്ള അവകാശം പോലും കിട്ടിയത്. വലിയൊരു സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിലല്ല, വലിയൊരു സ്ഥലങ്ങളിൽ. ഇതൊരു വിശാല ഫ്രെയിംവർക്ക്. ഈ ഫ്രെയിംവർക്കിന് കുറെ ഗുണങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഉദാഹരണം ഈ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ,
ഇപ്പൊ അങ്ങ് എന്നോട് സംസാരിക്കുന്ന ഒരു മൊബൈൽ ഫോണിലാണ് അല്ലേ? അതെ ഈ മൊബൈൽ ഫോൺ എല്ലാ ദിവസവും റീചാർജ് ചെയ്യേണ്ട ഒരു ഉപകരണമാണ്. അതെ അങ്ങനെയാണല്ലോ. ഇതേപോലെ നമ്മളെ റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത്. ഞങ്ങളുടെ ഇടയിൽ അതില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങളുടെ ദോഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഗുണങ്ങളായിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാർ ബ്രാൻഡ് ചെയ്യുന്നത്. അത് വെറും ഒരു ബ്രാൻഡിങ് മാത്രമാണ്. ഉദാഹരണം, ഞങ്ങളുടെ ഇടയിൽ ഒരാൾ മദ്യപിച്ച് വഴി കിടക്കുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ ഇടയിൽ സഹായിക്കാൻ ആരുമില്ല. ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പള്ളിയിൽ എത്തണോ ആരെങ്കിലും വന്ന് ഓനെ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഉദാഹരണം പറയുകയാണ്. അതൊരു പരിധിവരെ സത്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിൽ അങ്ങനെ ആരുമില്ല. ഈ ആരുമില്ലായ്മയെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ അനാഥത്വത്തെ, ഇപ്പൊ ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുള്ള സാധനം, ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും ആത്മഹത്യ, ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും മദ്യപാനം, ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കുടുംബത്തെ കർച്ച. അത് മെജോറിറ്റി ആയതുകൊണ്ടായിരിക്കില്ല. അല്ല കണക്കില്ല, എന്നെ എടുത്ത് നോക്കിയാൽ 50% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യ. ഇതാണ് ഡോക്ടർ സിബി മാത്യൂസിന്റെ റിസർച്ച്. പുള്ളി കേരള പോലീസിലെ DGP ആയിരുന്നു. അപ്പം എല്ലാ മതങ്ങൾക്കും ചില ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു ഗുണം വലിയൊരു ഫിലോസോഫിക്കൽ ഫ്രെയിംവർക്കാണ്. അത് നമുക്കെടുക്കാം. ക്രിസ്ത്യൻ മതത്തിന്റെ വലിയൊരു ഗുണം അവരുടെ ഈ സേവന തൽപരതയാണ്. സ്കൂള്, കോളേജ്, സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു ഗുണം അവരുടെ ഒരു കെട്ടുറപ്പാണ്. അപ്പൊ ഓരോന്നിന്റെ നന്മയെടുത്ത് ബാക്കി എല്ലാരും ലേണിംഗ് ഫ്രം ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു സാധനം, അതല്ലേ നല്ലത്? പക്ഷേ മുസ്ലിമിന് ആ ഒരു ഇത് അനുവദനീയമല്ലല്ലോ. അവരെ വിശ്വാസപ്രകാരം എന്ന് വെച്ചാൽ വളരെ കടുത്ത വിശ്വാസം എന്നുള്ള രീതിയിലാണ് പുറത്ത് കാണുന്നത്. അതായത് അവർ പറയുന്നതൊക്കെ ഏത് കാലത്തേക്കും വാലിഡ് ആണെന്നുള്ള രീതിയിലാണ് ഇവരൊരു അവകാശവാദം. അത് എല്ലാ മതങ്ങളിലും ഇല്ലേ? ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്ന് കാലം എത്ര തീർന്നാലും എന്റെ വാചകങ്ങൾ മാറിപ്പോയില്ല എന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് സനാതന ധർമ്മം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേയും നിൽക്കുന്നത്. ഇപ്പം ഇസ്ലാം മതത്തിൽ എന്താ, ഇപ്പൊ ഓരോ മതത്തിന്റെയും പ്രശ്നങ്ങൾ പറയാം. ഇസ്ലാം മതത്തില് ഈ റാഡിക്കൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്. അപ്പോ അതിനെ നമുക്ക് പ്രതിരോധിക്കാം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് 100 പേര് ISIS-ലടക്കം ചേരാൻ പോയത്. ആലോചിച്ച് നോക്കി, ഇന്ത്യ പോലെ കേരളം പോലെ സുന്ദരമായ സ്ഥലത്ത് നിന്ന് ISIS ചേരേണ്ട എന്ത് ആവശ്യമാണ് ആർക്കെങ്കിലും ഉള്ളത്? ഇതാണ് ഇസ്ലാം മതത്തിനുള്ളിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ റാഡിക്കൽസ് വരുന്നത്. ഇതേപോലെ ക്രിസ്ത്യൻ മതത്തിലെ ഒരു പ്രശ്നമാണ് ഈ തീവ്ര മതപരിവർത്തനവാദം ചിലപ്പം വരും. അതായത് ബാക്കിയുള്ളവരെ എല്ലാം നമ്മുടെ വിശ്വാസത്തിലേക്കാക്കണം, ബാക്കിയുള്ള മതങ്ങളെ, അങ്ങനെ ഒരു എക്സ്ട്രീം കൺവേർഷനിസം എന്ന് പറയുന്ന ഒരു സാധനം. ഞങ്ങളുടെ ഇടയിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ജാതീയത, പരസ്പരമുള്ള യോജിപ്പില്ലായ്മ. വിശാലാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോഴും നായർ ഈഴവനെ, ഈഴവന് പുലയനെ, പുലയന് ധീവരനെ, ധീവരന് ബ്രാഹ്മണനെ, ബ്രാഹ്മണന് വേറൊരാളെ, ഇങ്ങനെ പലരുടെ ഇടയിലും വേണ്ട രീതി ഐക്യമില്ല. എല്ലാത്തിനും ഒരുപാട് മാറുന്നുണ്ട് ഇപ്പൊ. പക്ഷെ അത് നല്ല കാര്യമാണ്. അത് മാറിയത് സ്വാമി വിവേകാനന്ദനെ പോലെയും മഹാത്മാഗാന്ധിയെ പോലെയും ഒരുപാട് ആൾക്കാർ പണിയെടുത്തിട്ടാ. അതാണ് വിവേകാനന്ദൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ നോക്കി പറയുന്നത് നിനക്കൊക്കെ ഭ്രാന്താണ്, ഇതിന്റെ സ്ഥലം ഭ്രാന്താലയമാണെന്ന്. അങ്ങനെയാണ് ആ ഫേമസ് കൊട്ടേഷൻ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ മതത്തിന്റെ പുറത്തു വരുന്നതിനെക്കാട്ടി മതത്തിന്റെ അകത്ത് നിന്നത് ശരിയാക്കി കൂടി. അതായിരിക്കില്ലേ നല്ലത്? തെറ്റുകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, അതിനുള്ളിൽ നിന്ന് തന്നെ അതിനെ പരിഹരിക്കുക. ഇത് പിന്നെ എനിക്കിപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ സ്വാമി നിത്യചൈതന്യതി മൂപ്പരും ഈ MM അക്ബർ തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഈ ചർച്ച കഴിഞ്ഞ് MM അക്ബർ പറഞ്ഞു, ഞങ്ങൾ ആ ചർച്ച റെക്കോർഡിംഗ് പുറത്തു വിടുന്നില്ല, അത് പുറത്തു വിട്ട ഇവിടെ ഒരു പക്ഷേ മതസ്പർദ്ധ ഉണ്ടാവുന്നുള്ളത്. ഈ ചർച്ച മുഴുവൻ കണ്ട ആളാണ് ഞാൻ. അതെ. ഈ ചർച്ചയിൽ ഒരു തരത്തിലുള്ള പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റും ഈ സ്വാമിജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറിച്ച് സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രമാണം പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു, നിങ്ങളുടെ സക്കാത്ത് സമ്പ്രദായം നമ്മൾ അംഗീകരിക്കുന്നു, നിങ്ങളുടെ കുടുംബ സമ്പ്രദായം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങളതിൽ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ അംഗീകരിക്കുമെന്ന് വെച്ചപ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. MM അക്ബർ സാഹിബ് അന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ പ്രമാണത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇയാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഈ സ്വാമിജി വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് നമുക്ക് സ്തുതിയുണ്ട്, സ്മൃതിയുണ്ട്, ഇതിൽ ഒന്നിനെ തള്ളിക്കളയാം, നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ തള്ളിക്കളയെന്ന് വെച്ച് അതിന് ഈ MM അക്ബറിന് ഉത്തരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഫ്രെയിംവർക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾക്ക് ഖുറാനും ക്രിസ്ത്യാനികൾക്ക് ബൈബിളും അല്ലെങ്കിൽ പഴയ നിയമം ജൂതന്മാർക്കും എന്നതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകം ഇല്ല. ഉദാഹരണം വേദങ്ങൾ നമ്മൾ ജനറലി പറയും, പക്ഷേ നമ്മുടെ അമ്പല സംവിധാനം, നമ്മുടെ ഈ ടെമ്പിൾ വർഷിപ്പ് സിസ്റ്റവും വിഗ്രഹാരാധനയൊന്നും വേദങ്ങളിലെ കാര്യങ്ങളല്ല. കൂടുതൽ ഹിന്ദുക്കളും ഫോളോ ചെയ്യുന്ന അതാണ്.
ഇപ്പം ക്രിസ്ത്യൻ മുസ്ലിം പോലെ ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകന്മാർ ഏതെങ്കിലും ഒരാളെ തള്ളിപ്പറയാൻ തയ്യാറാണ്, നിങ്ങൾ മുഹമ്മദ് നബിയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. മുഹമ്മദ് നബിയെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ, എബ്രഹാമിനെ പോലെ, മോസസിനെ പോലെ ഒരു സെൻട്രൽ ഫിഗർ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇല്ല. കാര്യം ഉദാഹരണം നമ്മൾ സ്കൂളിൽ പഠിച്ച ഓർമ്മയാണ് രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ബ്രഹ്മ സമാജം ഒക്കെ അവര് അമ്പല സംവിധാനങ്ങളെ അംഗീകരിക്കാത്തവരാ. അവര് വേദിക് ഉപനിഷത്ത് തുടങ്ങിയ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നവരാ. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ, ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകളും മറ്റും ഉണ്ട്. പക്ഷെ എന്റെ പോയിന്റ് സിമ്പിളി ഇത്രയേ ഉള്ളൂ. എന്റെ പോയിന്റ് എല്ലാ മതത്തിനും കാലാന്തരത്തിൽ പ്രശ്നങ്ങൾ വന്ന് കാണാം. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ താങ്കളടക്കം മുസ്ലിം മതത്തിനുള്ളിൽ തന്നെ നിന്ന് അതിനെ പരിഷ്കരിക്കുകയോ നന്നാക്കുകയോ, അതായത് ഈ മതങ്ങളെല്ലാം എറ്റേണലാണ്, പക്ഷേ കാലികമായി ചില മനസ്സിലാക്കലുകൾ ഇതിന് വേണ്ടി വരും. അപ്പൊ ഞാനങ്ങനെ റിയലിസ്റ്റിക്കലി കാലികമായ ഒരു മുസ്ലിം മതം മനസ്സിലാക്കേണ്ട കാര്യം പറയാം. ഉദാഹരണം, ഇപ്പൊ നമ്മുടെ ഷുക്കൂർ വക്കീൽ 2ാമത് കല്യാണം കഴിച്ചു, അങ്ങനെ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് കാര്യം അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിയുടെ സ്ഥാനം മാറുന്നതാണ്. അതായത് ഒരു കാലത്ത് പരസ്പര കുടുംബ സംവിധാനങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ വേണ്ടിയായിരിക്കും സാമൂഹികമായ ഒരു നിയമം വന്നത്. പക്ഷെ തിരിച്ചാലോചിച്ച് നോക്കിയാൽ, ഞാൻ പലപ്പോഴും നമ്മുടെ കൺസർവേറ്റീവ് മുസ്ലിം സാധനങ്ങളോട് ചോദിക്കാറുണ്ട്, തിരിച്ചാലോചിച്ച് നോക്കിയാൽ 50 ലക്ഷം എനിക്ക് 2 പെൺമക്കളാന്നിരിക്കട്ടെ, ഞാൻ മുസ്ലിമാണ്, 50 ലക്ഷം എനിക്ക് ഉണ്ടെന്നിരിക്കട്ടെ കയ്യിൽ, അത് മരണത്തിന് ശേഷം എന്റെ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് എനിക്ക് 50 ലക്ഷം കടമാണെങ്കിൽ സഹോദരങ്ങൾ ഏറ്റെടുക്കൂ? 90% ഏറ്റെടുക്കില്ല. അപ്പം കാലികമായ അത്തരം വ്യാഖ്യാനങ്ങളിലെ വ്യത്യാസം, സാമൂഹിക സാഹചര്യങ്ങൾ മാറുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ ഉൾക്കൊള്ളണം. അതിനർത്ഥം ആത്മീയത മാറണമെന്നല്ല. ആത്മീയത ഇതിൽ സനാതനമാണ്, അല്ലെങ്കിൽ എറ്റേണലാണ്. എന്നാൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മാറും. ഉദാഹരണം, പണ്ട് TV യൂട്യൂബ് ഒന്നുമില്ല. അപ്പം പണ്ട് പ്രവാചകന്റെ ഒരു റെപ്രസെന്റേഷന് പോസിബിലിറ്റി ഇല്ല. ഇന്ന് പ്രവാചകനെ വിശാല അർത്ഥത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കാർട്ടൂൺ ഇരിക്കുന്നൊന്നുമല്ല, അത് ഭയങ്കര നെഗറ്റീവാണ്, ഒഫൻസീവാണ്. പകരം ഒരു പോസിറ്റീവ് റെപ്രസെന്റേഷൻ, അതിന് എനിക്ക് തോന്നുന്നില്ല പ്രശ്നമുണ്ടെന്ന്. കാര്യം ഇസ്ലാമിക രാജ്യങ്ങളടക്കം അയത്തുള്ള ഖൊമൈനിയുടെ അടക്കം പോലും വലിയ ഫോട്ടോയും മറ്റും ഉണ്ടല്ലോ. പ്രവാചകൻ അന്ന് പറഞ്ഞതിന്റെ സ്പിരിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ രൂപം മറ്റൊരു വിഗ്രഹാരാധനയ്ക്ക് കാരണമാകരുത്. ഇനി ഞാനൊരു ഈ ആൾക്കാരുടെ ബ്ലൈൻഡ് വർഷിപ്പിന്റെ ഭാഗമാകരുത് എന്നുദ്ദേശിച്ചായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്റെ ലിമിറ്റഡ് ആയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അന്നത്തെ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതല്ല. കാര്യം ഇന്ന് മുസ്ലിം രാജ്യങ്ങളിൽ വലിയ വലിയ കട്ടൗട്ടും ഫിഗറുകളും ഒക്കെ മുസ്ലിം ഭരണാധികാരികളടക്കം വെക്കാറുണ്ട്. ആയത്തുള്ള ഖൊമൈനിക്ക് കട്ടൗട്ടും കാര്യങ്ങളും ഇല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മുടെ മനസ്സിലാക്കലുകളിൽ മാറ്റം വരാം. എന്നെ സക്കീർ നായകന്റെ ഒരു പരിപാടിക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമൊക്കെ അംഗീകരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തോട് വിയോജിക്കുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ പുള്ളി പറയുന്ന പോലെ മറ്റു മതങ്ങളെ ആക്രമിച്ച് മോശമാണെന്ന് കാണിക്കുന്ന ഒരു രീതി ഒഴിച്ചു വെച്ച് സ്വന്തം മതം നല്ലതാണെന്ന് പറയുന്ന ഒരു തെറ്റില്ല. വേറൊരു മതം തെറ്റാന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. പക്ഷെ ആളെ പരിപാടി ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് മുംബൈ പോയിട്ട്. ആള് നിങ്ങളുമായിട്ടുള്ള നിങ്ങൾ അയാളെ പരിപാടി ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്ത് എന്റെ ഓർമ്മ ശരി ഒരു 15 വർഷം മുന്നേ, 15-17 വർഷമായി. ഓക്കെ, ഇത് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് നിങ്ങളെ റേസ് ചെയ്ത ക്വസ്റ്റ്യൻ. മൂപ്പര് വരുന്ന രീതി അപ്പൊ തന്നെ ആൾ ഈഗോയിലാണ് എടുക്കുക. ഈ ജാക്കിർ നായിക് പെട്ടെന്ന് ആൾക്കാരെ കളിയാക്കാനും ആ രീതിയിൽ ഒരു തിരിച്ചു വരവുണ്ട്. ഈ ഒരു മറുപടി അല്ല ആൾ ഉദ്ദേശം, മറിച്ച് ഒരു കളിയാക്കൽ ലൈനിലോട്ട് പോകുന്നൊരു അത് തന്നെയാണ് ഈ TV ചാനലും ഈ താടി വെച്ചിരിക്കുന്നവരുടെ ബോഡി ലാംഗ്വേജിൽ ഞാൻ കാണുന്നത്. ഇതൊരു ചിരിച്ചും കൊണ്ട്, കാരണം അതിലൊരു പരിഹാസമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, ഞങ്ങൾ ഈ ഇതിൽ ഉറച്ചു വെക്കുന്നു എന്നുള്ളത്. കാരണം ഞാൻ ലൈവായി ചെയ്ത 2 കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അതായത് റെക്കോർഡിക്കലി നമ്മുടെ സൂംബ ഡാൻസിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ നമ്മുടെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, അദ്ദേഹമാണ് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഇത് റേസ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വളരെ സ്നേഹബഹുമാനങ്ങളോട് ചോദിച്ചു, സാർ, അതായത് എനിക്ക് സൂംബയോട് എതിർപ്പൊന്നുമില്ല, പക്ഷെ അപ്പം സാർ നല്ല ഡ്രസ് ഇട്ട് നമ്മുടെ പിള്ളേർ, അതായത് സ്ത്രീ ശരീരത്തിന്റെ മുകൾ ഭാഗവും കീഴ്ഭാഗവും പ്രദർശിക്കപ്പെടരുത്. ഇത് എല്ലാ മതങ്ങളിലും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യത്യസ്ത ഭാഷകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ഷുവൽ എക്സ്പോഷർ പാടില്ല, അത്രേ ഉള്ളൂ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ പിള്ളേരെ നല്ല നീളമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ പെൺപിള്ളേരത് കളിക്കുന്നതിന് വിരോധമുണ്ടോ? പുള്ളി ആലോചിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതായത് പുള്ളിയുടെ നിലപാടിൽ നിന്ന് യോജിച്ച് നിന്നുകൊണ്ട് തന്നെ പുള്ളിയുടെ നിലപാടിന്റെ സ്പിരിറ്റ് എടുത്ത്, സാർ ഇതിങ്ങനെയല്ല, ഇങ്ങനെ കുഴപ്പമില്ല, ഭയപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ മതി. ഭയപ്പെട്ടു വന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കറക്റ്റ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിന്റെ മേഖലകൾ കണ്ടുപിടിച്ചു. ഞാൻ തന്നെ ശ്രീ നാസർ ഫൈസി കൂട്ടത്തായെ വിളിച്ചു.
എന്നിട്ട് സാർ ഇങ്ങനെ ചെയ്താൽ പോരെ, ഇതായിരിക്കില്ലേ നല്ലത് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കൺസെൻസസ്. ഈ കൺസെൻസസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് നോക്കുന്നതിന് പകരം കോൺഫ്രണ്ടേഷൻ തന്നെ സ്ഥിരം നോക്കണമെന്ന് പറയുന്നതാണ് പ്രശ്നം. അത് അവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൺഫ്രണ്ടേഷൻ വന്നത്. ഇപ്പൊ നിങ്ങൾ വളരെ മാന്യമായിട്ട് സംസാരിച്ച് ആ രീതിയാണ് അവർ സമീപിച്ചത്. അവരപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ പ്രതികരിച്ചില്ലേ? അതിന് പകരം ഇതിനെ കുറിച്ച് അറിയാൻ അവർക്ക് ശ്രമിക്കായിരുന്നില്ല. ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ അർദ്ധവസ്ത്രം ഇട്ടിട്ട് വരണം എന്നുള്ളത്? അങ്ങനെ ഒരു സൂംബ എന്ന് പറയുമ്പോ നമ്മുടെ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് മറ്റേ ടൈറ്റ് ടീഷർട്ടും സ്ലീവ്ലെസ്സും ഒക്കെ ധരിച്ചു വരുന്നതല്ലേ. അത് എല്ലാവരും ഉള്ളിൽ അങ്ങനെ വരുമോ? എത്ര ആൾക്കാരുണ്ട് പെട്ടെന്ന്? അതല്ലേ അങ്ങനെ ടി വി ചാനലുകൾ ഇത് കാണിക്കുമ്പോൾ എല്ലാം വരുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അമ്മാവന്മാര്, മുത്തശ്ശന്മാരുടെ ഏജിലുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ അച്ഛനമ്മ ഒക്കെ. അപ്പൊ അവര് പലപ്പോഴും പറയും പെൺകുട്ടികളോട് വെളിയിൽ പോകുമ്പോൾ മോളെ ഷോൾ ഇട്ടിട്ട് പോകണം എന്നൊക്കെ. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് നിങ്ങളുടെ ശരീരഭാഗത്തിന്റെ ടോപ്പ് അങ്ങനെ പ്രദർശിപ്പിക്കുന്ന സാധനം ആവരുത്. അപ്പം ഇവരെ അങ്ങ് വിശ്വാസത്തിലെടുക്കുന്ന പോരെ. ഞാൻ സൂമെ അനുകൂലിച്ചെന്ന് പോസ്റ്റ് ഇട്ട ആളാ, സൂമെ അനുകൂലിച്ചെന്ന് സംസാരിച്ച ആളാ. പക്ഷേ കൺസർവേറ്റീവ് എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം, അങ്ങയുടെയോ എന്റെയോ ഒരു സ്വന്തം അമ്മാവനോ അമ്മാവിയോ പറയുകയാണ്, എടാ നിന്റെ മോളെ അങ്ങനെ സൂമ്പയ്ക്ക് വിടലടാട്ടോ, എടാ അത് ശരിയല്ല അവരിട്ടുന്നേട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണെന്ന് പറഞ്ഞ് അവരെ ഇതാക്കും. പകരം നമ്മൾ പക്ഷെ അത് പ്രതികരിക്കുന്ന ഒരു രീതി ഇപ്പൊ ഇതില് ആണും പെണ്ണും തമ്മിൽ എഴുകിച്ചേരലാണ്. അപ്പൊ ഇത് ഒരു എന്താ പറയുക, അതൊരു നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലല്ലോ. ആണും പെണ്ണും എഴുകിച്ചേരുന്ന പറയുമ്പോൾ അവിടെ ഒരു അർത്ഥം തന്നെ അതിന്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇസ്ലാം അങ്ങ് ഖുറാൻ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, മുസ്ലിം സമൂഹത്തിൽ പെട്ടതായത്. പിന്നെ ഞാൻ 7 പ്രാവശ്യം പഠിച്ചതാണ്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചതാണ് ഈ സ്ത്രീകളുടെ ഔറ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ മാന്യതയെ കുറിച്ച് പറയുന്നതിന് മുമ്പത്തെ പാരാഗ്രാഫ് അല്ലെങ്കിൽ മുമ്പത്തെ ആയത്ത് പുരുഷന്മാരുടെ കണ്ണിനെ കുറിച്ചാണ്. പുരുഷന്മാരുടെ കണ്ണിന് മിതത്വം വേണം എന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീകളുടെ വസ്ത്രത്തിന് മിതത്വം വേണമെന്ന് പറയുന്നത്. അത് കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ലൈംഗികത വേറെയാണ്. അതൊരു പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചു കാണും. അതായത് നമ്മൾ പുരുഷന്മാരുടെ ലൈംഗികത കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ്, സ്ത്രീകളുടെ ലൈംഗികത കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തിയധിഷ്ഠിതമാണ്. ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ബസ്സിൽ പോകുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടി പുറകിൽ നിന്ന് നമ്മളെ തോണ്ടാറില്ല, നമ്മൾ കയ്യിൽ മറ്റേ മുട്ടു സൂചി എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പോകേണ്ടി വരാറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ വൃത്തികെട്ടന്മാരാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീകളുടെ ലൈംഗികത കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്, കുറച്ചുകൂടെ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എന്നാൽ ആണിന്റെ നേരെ തിരിച്ചാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്ട് ആണ്. അതുകൊണ്ടാണ് ഈ വാറുകളൊക്കെ നടക്കുമ്പോൾ മാസ് റേപ്പ് പലപ്പോഴും സ്ത്രീകളെ സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരെ ഒന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് മറുരാജ്യത്തെ ആൺസൈനികരെ ഇന്ന് ഏവരെ ലോക ചരിത്രത്തിൽ ആരെങ്കിലും റേപ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഈ യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കി കുറച്ച് മിതത്വം ഇത്തരം കാര്യങ്ങൾക്ക് വേണം. ഇതാണ് ഒരു മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം. അപ്പൊ ഞാൻ പലപ്പോഴും ഈ ഞാൻ ഒരിക്കൽ ആരിഫിനോടും പറഞ്ഞു, ആരിഫ് ഹുസൈനോടും പറഞ്ഞു, ആരിഫ് ഹുസൈൻ ഈ പുച്ഛവും പരിഹാസവും കൂടുതലാണ്. ഞാൻ പറഞ്ഞു, ആരിഫ് അടക്കമുള്ളവർ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വിശ്വാസത്തിനുള്ളിലേക്ക് പോകണം, മതത്തിനുള്ളിലേക്ക് പോകണം. ഞാൻ അങ്ങനെ ലൈവായി ചെയ്തൊരു സക്സസ്ഫുള്ളി ചെയ്തൊരു കാര്യം പറയാം. ശബരിമലയില് 3.5 കോടിയിലധികം ജനങ്ങൾ വരുന്നു എന്നാണ് കണക്ക്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നു. ചില 50 ലക്ഷം എന്ന് പറയുന്നു, ചില 5 കോടി എന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യയിലും ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക തീർത്ഥാടനങ്ങളിലൊന്നാണ് ശബരിമല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒക്കേഷനാണ് മകരവിളക്ക് മകരജ്യോതി എന്ന് പറയുന്ന ഒരു പക്ഷേ അങ്ങ് കേട്ട് കാണും. മകരവിളക്ക് എന്ന് പറഞ്ഞ് ജനുവരി 14. യഥാർത്ഥത്തില് ഇത് ഈ മലയരയന്മാർ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം കഴിഞ്ഞ 1000 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ KSEBയും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കാർഡ് KSEB എടുത്തപ്പോൾ ഇവരെ ആ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ട് പിന്നീട് പോലീസുകാരാണ് ഇതൊരു തട്ടിപ്പിന്റെ മോഡലിൽ ചെയ്യുന്നത്. പോലീസുകാർ ചാക്കിട്ട് മൂടിയാണ് ഈ 3 പ്രാവശ്യമുള്ള വിളക്ക് ഉയർത്തി കാട്ടുന്നത്. അപ്പൊ ഞങ്ങൾക്കാർക്കും ഇത് അറിയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്കാർക്കും ഇത് അറിയില്ല. കാര്യം 1950s 40s അവസാനം സംഭവിച്ചൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് യുക്തിവാദികൾ വിഷയം റേസ് ചെയ്തപ്പോൾ ഞാൻ യുക്തിവാദികളുടെ വീട്ടിൽ പോയി ഇത് പഠിക്കാൻ. ഞാൻ ആരിഫിന്റെ ഡിബേറ്റിലൊക്കെ പറയുന്നുണ്ട്, ഒരു ധനുവച്ച് ഒരു സുഹാന്റെ വീട്ടിൽ പോയി ഈ വിഷയം എന്താന്ന് പഠിച്ചു. അതായത് ഞങ്ങൾ വിശ്വാസികൾക്ക് ഇത് മോശമാണ് തെറ്റാന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, യുക്തിവാദികൾക്ക് ഇതിന്റെ യുക്തിയില്ലായ്മ അംഗീകരിക്കാനും കഴിയില്ല. അപ്പൊ ഞാനൊരു മിഡിൽ പാത്ത് എടുത്ത് പറഞ്ഞു, ഈ മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്തെ നക്ഷത്രമാണ്, അത് അങ്ങനെ തന്നെയാണ് താനും. മകരവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ ദീപാരാധനയാണ്, അതും അങ്ങനെ തന്നെയാണ് മലയേറിയന്മാർ ചെയ്തിരുന്ന ദീപാരാധന. ഇത് ഒരു മിഡിൽ പാത്താണ്, രണ്ടുപേരും അംഗീകരിച്ച് നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് അല്ലേ നമുക്ക് വേണ്ടത്. യുക്തിവാദികൾക്ക് എങ്ങനെങ്കിലും ഈ വിശ്വാസത്തെ മോശമായി കാണിക്കാനുള്ള അവസരമാണത്. ഞങ്ങൾ വിശ്വാസികളുടെ പ്രശ്നം ഈ പറഞ്ഞ പേര് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം വെച്ചാൽ ആള് പലതും പ്രൊവോക്കിംഗ് ലാംഗ്വേജ്, അതുപോലെ തന്നെ
ആളെ മറുവശത്തിരിക്കുന്ന സംവാദകനായിട്ട് ഒരു മര്യാദയും പുലർത്താതെയാണ് അയാള് സംസാരം. പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അയാള് എന്താ പറയാ, അയാളൊരു ഉദാഹരണമായിട്ട് പോലും എടുക്കാൻ ഇതിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. അങ്ങനല്ല, അതുപോലെയുള്ള ആൾക്കാരെ പോലും നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോ ആരിഫിനോട് പറഞ്ഞു, ആരിഫിന്റെ ഈ ഒരു സ്പിരിറ്റ് ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം വളരുന്നതിനെതിരാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ആരിഫ് പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണ ഒരു മുസ്ലിമിന് ദേഷ്യമാണ് തോന്നുന്നത്. എനിക്ക് പോലും ദേഷ്യമാണ് തോന്നുന്നത്. അതായത് ഒരു ആവശ്യമില്ലാതെ മതങ്ങളെ മോശമാക്കി ഒരു ന്യൂസ് 18 ചർച്ചയിൽ ഖുർആൻ കത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ട് ഭയങ്കര പ്രൊവോക്ഡായി. നമ്മള് ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ ചെറിയ പ്രായത്തിലെ വളരെ ആദരവോടെ കണ്ടുവരുന്നതാണ്. ചുമ്മാ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പോ ആൾക്കാരെ കറക്റ്റ് ചെയ്ത് കൂടെ. ഞാൻ ഇന്ന് സ്ഥിര ഉദാഹരണമായി പറയുന്നത്, ഗാന്ധിജിയെ 1944 ഗോഡ്സെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പൊ കൂടെ ഉള്ള ഒരു പിടിച്ചു മാറ്റും. ഗോഡ്സെ പോലീസിൽ ഏൽപ്പിക്കേണ്ടെന്ന് ഗാന്ധിജി പറയും. എന്നിട്ട് ഗോഡ്സെയോട് പറയും, നിനക്ക് എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നീ എന്നെ കൊല്ലാൻ വരുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തോലുമില്ലല്ലോ. അതായത് വ്യക്തിപരമായിട്ട് ഗോഡ്സെക്കും ഗാന്ധിജിക്കും പരസ്പരം അറിയത്തോലുമില്ല. അപ്പൊ നീ എന്നെ കൊല്ലുന്നത് എന്തോ തെറ്റിദ്ധാരണയുടെയോ എന്തോ നിലപാട് വ്യത്യാസത്തിന്റെയോ പേരിലല്ലേ. നീ എന്റെ കൂടെ വന്ന് ഒരു 8 ദിവസം താമസിക്കും സേവാഗ്രാം ആശ്രമത്തില്. നമുക്ക് സംസാരിച്ച് ശരിയാക്കാൻ നോക്കാം. അപ്പം ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമല്ലല്ലോ. ഇപ്പം ആരിഫ് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചൂടാവേണ്ടി വരുന്നത്, എനിക്ക് ആരിഫിനെ പേഴ്സണലി വളരെ കുറച്ചേ അറിയാവൂ. അവിടെ എവിടെ നിന്നും കേട്ട് ആരിഫിന് എന്നെയും പേഴ്സണലി അറിയില്ല. അപ്പൊ നമ്മൾ ആശയങ്ങളുടെ പേരിലല്ലേ പ്രധാനമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയാ പോസ്റ്റ് ഇടുന്നത് കാണുന്നുണ്ട് യൂട്യൂബില്. ഞാൻ പറഞ്ഞത് വ്യക്തിപരമല്ലല്ലോ. അതെ, എന്റെ ഒരു ഇത് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് ആരിഫിനെ പോലത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ മറുപടി പോലും അറിയിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം അത്ര പോലും വളരെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ആള് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ ഈ മതത്തിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അതൊരു മിടുക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, താങ്കളടക്കം മതത്തിൽ നിറങ്ങരുത്, നേരെ തിരിച്ചു കയറണം. എന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് യുക്തിവാദികളോട് സംസാരിക്കും, പ്രത്യേകിച്ച് ഹിന്ദു യുക്തിവാദികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് നിങ്ങൾ യുക്തിവാദികളെ ആവശ്യമാണ്, നിങ്ങൾ തിരിച്ചു വരണം. ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ബ്ലൈൻഡ് ബിലീവേഴ്സ് ഉണ്ട്, കടുത്ത അന്ധവിശ്വാസികളുണ്ട്, അല്ലെങ്കിൽ കടുത്ത യുക്തിവാദികളുണ്ട്. ഈ കടുത്ത അന്ധവിശ്വാസികൾ ഒരു കാര്യത്തെ അനക്കാൻ സമ്മതിക്കൂല. എന്ത് തെറ്റുണ്ടെങ്കിലും അതെല്ലാം ദൈവികമാണെന്ന് ന്യായീകരിക്കും, തൊടാൻ സമ്മതിക്കില്ല. ഈ കടുത്ത യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റാന്ന് പറയും. പകരം റീസണബിളായി നിന്ന് തെറ്റുകൊണ്ട് ശരിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഹിന്ദുമതം 5000 വർഷങ്ങളായി നിലനിന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം 1600 വർഷം, അല്ലെങ്കിൽ മുസ്ലിം മതം 1500-1600 വർഷങ്ങളായി നിലനിന്നത്. ക്രിസ്ത്യനിറ്റി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, അത് ഇതിന്റെ ഉറവിടം സൗദിയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ 6 മാസത്തില് 2 തവണ ഞാൻ മക്കയിൽ പോയ ആളാണ്. 2 തവണയും മക്കയിൽ പോയി അവിടെ 10 ദിവസം സമയം സ്പെൻഡ് ചെയ്തിരുന്നു, മക്കയിലും മദീനയിലും, വളരെ വിശ്വാസത്തോടെ. എന്റെ എങ്ങനെ വിശ്വാസം പോയെന്നറിയോ? ഞാൻ ഈ മക്കയിൽ ഇരുന്നിട്ട് ഞാൻ ലൈവ് കണ്ട കാഴ്ചയാണ് ഈ, കാരണം ഒന്ന് ആണായാലും പെട്ടായാലും അടിവസ്ത്രം ഇടില്ല. ഈ പെണ്ണുങ്ങളെ സൗദി പോലീസ് പെണ്ണുങ്ങളെ തോണ്ടിയിട്ട് ഈ പെണ്ണ് തിരിച്ചടിക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഞാൻ അതിന്റെ ചോദിച്ചു, ഞാൻ ഇത് കേരളത്തിലാണെന്നുള്ളത് ഞാനും അടിക്കാൻ നോക്കി പോലീസിന്. പിന്നെ എനിക്ക് ഓർമ്മ വന്ന ഞാൻ പുറം രാജ്യത്താണെന്നുള്ളത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോ ഇതുവരെ സമ്മതിക്കുമോ? ആൾക്കാർ മുസ്ലിമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അല്ല, എന്റെ പ്രശ്നം എന്താ അറിയാമോ? ഈ അന്നത്തെ ഞാനിത് വായിച്ചിട്ടുള്ളതാണ്, എനിക്ക് അത്ര ആഴത്തിൽ പഠനമില്ല. അതായത് മക്കയിലേക്ക് പോകുമ്പോൾ അബ്രഹാം ധരിച്ച ഡ്രസ്സ് പോലത്തുള്ള ഡ്രസ്സ്, അതായത് പ്രത്യേകിച്ച് ശരീരത്തിൽ വേറെ ബന്ധിതമല്ലാത്ത ഡ്രസ്സ് വേണമെന്നും, നൂൽബന്ധമുള്ള ഡ്രസ്സ് പാടില്ല. ഇതൊക്കെ അതിനെന്തോ ഒരു പേരുണ്ട്. ഞാൻ ഏതോ ഒരു ഡിബേറ്റ് എന്തോ പഠിച്ചിരുന്നു. അതെ, ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന ആ സൗദി പോലീസുകാരൻ നമ്മുടെ ശബരിമലയിൽ വരുന്ന മോശമായി പെരുമാറുന്ന ഒരു പോലീസുകാരനെ പോലെയോ, അല്ലെങ്കിൽ വത്തിക്കാനിൽ പോകുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ ദോഷൈക ദൃക്കോട് നോക്കുന്ന ഒരു പോലീസുകാരനെ പോലെ ഉള്ളൂ. ഇതത് നോമല്ല. ഈ വൃത്തികെട്ടവന്മാർ എല്ലാ കാലത്തും എല്ലാ മതത്തിലും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെ ഒരു വ്യത്യാസം, അവിടെ ആൾക്കാർ മുട്ടിയൊരുമയാണ് പോകുന്നത്. അങ്ങനല്ല, അത് മുട്ടിയൊരുമ തോന്നി അവിടത്തെ തിരക്ക് കാരണമല്ലേ. അതായത് അവിടെ വേറൊരു തെറ്റായ ചിന്തയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ചിന്തയ്ക്ക് വേണ്ടി, പക്ഷെ അവിടെ നടക്കുന്നുണ്ട്. അതെ, അതാ പറഞ്ഞ, അത് ഒരു തെറ്റായ ചിന്തയ്ക്ക് വേണ്ടിയല്ലല്ലോ. നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഇന്റൻഷൻ ആണ് എല്ലാത്തിന്റെയും സോൾ. അതായത് എല്ലാ കാര്യങ്ങളുടെയും ആത്മാവ് ഉദ്ദേശശുദ്ധിയാണ്. അത് പോസിറ്റീവ് സ്പിരിറ്റ് ആയിട്ട് വന്ന് തെറ്റായി എടുക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാകും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ആ ഇന്റൻഷൻ ശരിയായ ഇപ്പൊ അമ്പലങ്ങളിൽ വരുന്ന ചില ആൾക്കാർ തമാശയ്ക്ക് പറയാറുണ്ട്, നല്ല പെമ്പിളാരെ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് അമ്പലങ്ങളിൽ വരും, അവരെ നോക്കാൻ വരുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
അതുപോലെ അല്ലല്ലോ ഇത് ശരിക്കും പറഞ്ഞാല് മൊളസ്റ്റേഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അതായത് പുറം രാജ്യത്ത് വരുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ത്യൻസ് ആണ് കുറച്ച് ഡീസന്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള വിശ്വാസമില്ലാത്തവനെ ഇത് ചെയ്യൂ. കാര്യം വിശ്വാസം ഉള്ളവന് ഇപ്പം ഞാൻ പോലും മക്ക എന്ന് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ മക്കെന്നോ മറ്റോ പറയാറുള്ളൂ. കാര്യം ഇപ്പം നമ്മൾ ക്രിക്കറ്റില് ലോർഡ്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ മക്കാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ മക്ക എന്ന പേരിന് അത്രയും ഒരു പവിത്രതയുണ്ട്. അപ്പോ ഇങ്ങനത്തെ പെർവേർട്ടുകൾ നമ്മുടെ അമ്പലങ്ങളിലുണ്ട്, ക്രിസ്ത്യൻ പള്ളികളിലുണ്ട്, മുസ്ലിം പള്ളികളിലുണ്ട്, വിശുദ്ധ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ വിശ്വാസിയുടെ വിശ്വാസം അവന് ദൈവം കൊടുത്തോളൂ എന്നാണ്. അവന് ദൈവം മാത്രമല്ല, അവന് പോലീസ് നിയമ സംവിധാനം കൊടുക്കണം, CCTV ക്യാമറകൾ വേണം. ഇപ്പം അങ്ങേക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ എക്സ് ആരാധനാലയത്തിൽ ഉണ്ടായിരിക്കട്ടെ കേട്ടോ, എക്സ് എന്ന് വിട്ടാൽ ഹിന്ദു മുസ്ലിംസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് എന്താ, എല്ലാ സ്ഥലങ്ങളിലും സ്ട്രിക്റ്റ് ആയ CCTV ക്യാമറകൾ വെക്കണം. എന്നിട്ട് CCTV ക്യാമറകൾ ഉണ്ടെന്നും കൂടി എഴുതി വെക്കണം. വേറൊന്നും കൊണ്ടല്ല, ആൾക്കാർക്ക് ആ ഒരു കോൺഷ്യസ് ആകണം. പലപ്പോഴും ഈ തിരക്കിനിടെ പോകുമ്പോഴേ സ്ത്രീകളെ തോണ്ടാനും പിച്ചാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാർ ഒരുപാട് കാണില്ലേ. എന്നാലും ഒരു മാനസിക ഇതുള്ള ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് രണ്ടാമത് മക്കേ പോയത്. അന്ന് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും പിക്ചറൊക്കെ കാണാം. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ഈ നോൺ മുസ്ലിംസിന് ഒരു എത്രയോ കിലോമീറ്റർ ഇപ്പുറത്തിന് ശേഷം പിന്നെ നോൺ മുസ്ലിംസിന് അങ്ങോട്ടേക്ക് പ്രവേശനം പോലും ഇല്ല ആ റൂട്ടിൽ. ബോർഡ് കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ കണ്ടതാണ്. മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലത്തെ സംഭവം. എനിക്ക് തോന്നിയപ്പോ ഞാൻ വത്തിക്കാനിൽ പോയിട്ടുണ്ട്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. എന്റെ ആഗ്രഹം, എനിക്കത് സംഭവിക്കുമെന്ന് അറിയില്ല, എന്റെ ആഗ്രഹം ആരാധനയോടെ, എനിക്ക് അതിന്റെ ആഴത്തിൽ കാര്യങ്ങൾ അറിയില്ല, മക്കെ പോകണമെന്നാണ് വലിയൊരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹർമന്ദിർ സാഹിബ്, നമ്മുടെ സിഖുകാരുടെ, ഞാൻ പോയിട്ടില്ല, അവിടെ എല്ലാവർക്കും കയറാം. ശരിക്കും അതിന്റെ സ്ഥാപനം പോലും, അതിന്റെ ശിലാകർമ്മം, അതായത് കല്ലിടൽ പോലും ഒരു സൂഫി ആഗ്രഹം ഒരു പക്ഷേ സ്വാധീനം. എന്താ പറയുക, ഇപ്പോഴത്തെ ആള് വളരെ ലിബറലാണ്. ഇപ്പോഴത്തെ ഭരണാധികാരി ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ സൽമാൻ. അതെ, അത് കാരണം ഒരു പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഒരു വാക്ക് ഞാൻ മാറ്റി പറയാറുണ്ട്. അതായത് ഈ പുരോഗമനവാദികൾ പലപ്പോഴും ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ നല്ല കാര്യങ്ങളെ ലിബറലും ചീത്ത കാര്യങ്ങളെ കൺസർവേറ്റീവും. പകരം ഞാൻ പറയുമ്പോൾ, അങ്ങ് ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. മുഹമ്മദ് ബിൻ സൽമാൻ ലിബറൽ എന്ന് പറയുന്നതിന് വരെ ഞാൻ പോസിറ്റീവ് എന്ന് പറയാറുണ്ട്. അതായത് അദ്ദേഹം വിശ്വാസിയാണ്, പക്ഷെ ഈ തീവ്ര ഇതല്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരല്ലേ വേണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ നിരീശ്വരവാദിയല്ലല്ലോ, ലഭ്യമായ അറിവ് വെച്ച് നിരീശ്വരവാദിയല്ല. അപ്പം ഒരുപാട് മാറ്റങ്ങൾ. സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഓടിക്കാൻ അനുവാദം കൊടുത്തു. അപ്പൊ ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം, പണ്ടത്തെ ഒരു കോണ്ടെക്സ്റ്റില് നമ്മുടെ സ്ത്രീകൾ പോവുകയാണെങ്കിൽ അക്കമ്പനിങ് പുരുഷൻ വേണമെന്നുള്ളത് മസ്റ്റാണ്. അല്ല, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും അത് പ്രാക്ടിക്കൽ അല്ല. അതെ, മാറ്റിയിട്ടുണ്ട്. അതെ, പ്രിഫറബിളി ഒരു 6 മണിക്ക് ശേഷമോ 7 മണിക്ക് ശേഷമോ എന്താ പറയുക, സ്ത്രീകൾ ഇറങ്ങുന്നത് പണ്ട് ഭയങ്കര റിസ്ക് ആണ്. കാര്യം തത്വമൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ വിഷമം വരും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ വെളിയിറങ്ങുന്നതെന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് അതിന് പകരം UAE ചെയ്യുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും മറ്റേ എന്താ പറയണേ, CCTV ക്യാമറകളും മറ്റും വെക്കുകയാണെങ്കിൽ ഈ സെക്യൂരിറ്റി മെഷർ മാറും. അപ്പൊ എനിക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളത്, താങ്കളടക്കമുള്ളവര് ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി അതിനുള്ളിൽ പോസിറ്റീവായ ചേഞ്ചസ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ 90 ഇന്ത്യയിലെ 90% മുസ്ലിങ്ങളും ബഹുഭാര്യത്വം ഉള്ളവരാണെന്ന്. ഒരാളെ തന്നെ മെനക്കെടുന്ന ഞാൻ അർത്ഥത്തില്ല, ബുദ്ധിമുട്ടാണ്. ഒരു ഫാമിലിയെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ ഈ പല ഫാമിലിയും മെയിൻറ്റെയിൻ ചെയ്യാൻ റിയലിസ്റ്റിക്കലി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടിയും ഞാനൊരു ശ്രദ്ധപ്പെടുത്തിക്കോട്ടെ. ഇപ്പം എന്റെ നാട്ടില് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഈ മണ്ഡലകാലത്ത് അവിടെ തിറ മഹോത്സവം നടക്കും. ഈ തിറ മഹോത്സവം നടക്കുമ്പോൾ എന്നെ കൊണ്ട് അവിടുത്തെ വിളക്ക് കത്തിക്കാറുണ്ട്. അതായത് അവിടുത്തെ പൂജാരിക്ക് ഞാൻ എന്താണ്, എന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാൽ പോലും ഈ വിളക്ക് ഞാൻ എത്രയോ പ്രാവശ്യം ഈ തിറ മഹോത്സവത്തിനെ കത്തിച്ചിട്ടുണ്ട്. തിറ മഹോത്സവത്തിനെ ഞാൻ കത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒരു രാഹുലിനെ കൂടി ക്ഷണിക്കുകയാണ് ആത്മാർത്ഥമായിട്ട്. അടുത്ത മണ്ഡല കാലത്ത് ഒന്ന് തലശ്ശേരി അണ്ടലൂർ കാവിലൊന്ന് വരണം. പിണറായിന്റെ അടുത്താണ് സ്ഥലം. ഓക്കെ, ഏത് വീട്ടിലും നിങ്ങൾക്ക് കയറി വന്ന് ഭക്ഷണം കഴിക്കാം. അവിടെ നാട്ടിലൊരു ആചാരമാണ്. അതെ, അതിന്റെ ഒരു കൗതുകം എന്താ അറിയാമോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ശബരിമലയിൽ പോകുന്ന വഴി ഒരു വാവര് പള്ളിയും അയ്യപ്പ ക്ഷേത്രവും ഉള്ള കാര്യം അങ്ങ് കേട്ട് കാണും. തീർച്ചയായിട്ടും. അതെ, അതിനേക്കാൾ കൗതുകമുള്ള ഒരു കാര്യം അവിടെയുണ്ട്. അത് അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ വാവർക്കൊരു നട വെച്ചിട്ടുണ്ട്. ആ നടക്കകത്ത് ഒരു വിഗ്രഹമോ ഒരു പ്രതിമയോ ഒന്നും വെച്ചിട്ടില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അതായത് ഇത് അമ്പലത്തിനുള്ളിലാണ്, ഇത് വെളിയിലല്ല. മുസ്ലിം സമൂഹത്തിന് വിഗ്രഹാരാധന, സഗുണാരാധന പോലുള്ള കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്.
അപ്പൊ അയ്യപ്പന്റെ സുഹൃത്തായ മുസ്ലിമായ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർ എങ്ങനെ ആദരിക്കപ്പെടാൻ ആഗ്രഹിച്ചോ ആ രീതിയിലാണ് തീരുമാനിച്ചത്. അപ്പോ എനിക്ക് മുസ്ലിമായി, എനിക്ക് ഹിന്ദുവായും അങ്ങക്ക് മുസ്ലിമായും നമ്മുടെ വേറൊരു സഹോദരന് ക്രിസ്ത്യാനിയായും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അന്യന്റെ അല്ലെങ്കിൽ സഹോദരന്റെ വിശ്വാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഇതല്ലേ നമ്മുടെ മഹത്വം. അതായത് 3 ലൈനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഈ മതങ്ങളെല്ലാം തെറ്റാണ്, നിരീശ്വരവാദമാണ് നല്ലത്, മതങ്ങളെല്ലാം പ്രശ്നമാണ്, നമ്മളെ മതവിശ്വാസം ഉപേക്ഷിക്കണം. ഇതാണ് ഒരു ലൈൻ. മറു എക്സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ എന്റെ മതവിശ്വാസം മാത്രമാണ് ശരി, നീയൊക്കെ നരകത്തിൽ പോകുന്നവരാണ്, നീയൊക്കെ പ്രശ്നക്കാരാണ്, നിന്നെയൊക്കെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കാണിക്കാം, പക്ഷെ ആത്യന്തികമായി നീ എന്റെ ശത്രുവാണ്. ഇതാണ് അടുത്ത എക്സ്ട്രീം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഇല്ലേ, എന്റെ വിശ്വാസത്തിൽ എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട്, ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, എന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു, എന്റെ വിശ്വാസത്തിന്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നു. എന്നാൽ നിന്റെ വിശ്വാസത്തെയും വേറൊരാളുടെ വിശ്വാസത്തെയും ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ ആദരവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് പോവാം. ഇതൊക്കെ ഗാന്ധിജി, വിവേകാനന്ദനൊക്കെ എടുത്തൊരു ലൈൻ. വിവേകാനന്ദന്റെ 1893 ഷിക്കാഗോയിലെ പ്രസംഗമാണ് ആധുനിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊന്ന്. അതിൽ യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ മുമ്പോട്ട് വെക്കുന്നത് ഈ വ്യത്യസ്ത മതങ്ങളിലൂടെ ദൈവത്തിലെത്താമെന്നും അങ്ങനെ ഒരു ചിന്തയാണ്. അതായത് വിവേകാനന്ദൻ ലോക മതമഹാസമ്മേളനത്തിൽ പോയി പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുമതം മാത്രമാണ് ശരിയെന്നല്ല, പകരം ഇത് വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്ത കാലഘട്ടത്തിൽ ഉണ്ടായതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കുകയും മുമ്പോട്ട് പോവുകയും വേണം. ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ, ഇതല്ലാതെ വേറെ എന്താ വഴി? അപ്പൊ എനിക്ക് അങ്ങയോടുള്ള റിക്വസ്റ്റ് എന്താ അറിയാമോ, അതിന് അങ്ങ് മതത്തിന് വെളിയിൽ പോവുകയല്ല, മതത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ മനുഷ്യരുടെ ധാരണകളിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സ്നേഹത്തോടെ തിരുത്തുക. അല്ലെങ്കിൽ അവിടെയാണ് രാഹുൽ ഭായ് പ്രശ്നം. അവിടെ ഈ ഇസ്ലാം മതത്തിൽ ഇപ്പം പണ്ട് എന്റെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഇടയിൽ, അതായത് സുന്നികൾ, ഞാൻ സുന്നി വിശ്വാസമില്ല, പക്ഷെ സുന്നികൾ ഒരിക്കലും ഒരു ഭിന്നതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അത് കാന്തപുരം ആയിക്കോട്ടെ, ഏതൊരാളായിക്കോട്ടെ, ഒരു ഹിന്ദുക്കളുടെ വിശ്വാസം തെറ്റാണെന്നുള്ള ലൈനിൽ അവർ വന്നിട്ടില്ല. പണ്ട് കാലത്ത് ഈ ഓണത്തിന് പായസം പള്ളി കൊടുക്കും, പള്ളിയിൽ ഉണ്ടാക്കുന്ന ചോറ് അവിടുത്തെ നാട്ടുകാർക്ക് മതഭേദമന്യേ കൊടുക്കും. ഇപ്പോഴുള്ള ഒരു കാഴ്ച നമ്മുടെ മാഹിയിലുള്ള സംഭവമാണ് ഈ അടുത്തൊരു വിവാദമായത്. പായസം കൊണ്ടുകൊടുത്തപ്പോൾ അത് പള്ളിയിൽ നിന്ന് മടക്കി, ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. അതെ അതെ, അതൊന്നും ശരിയല്ല. ഇതൊക്കെ ഈ എക്സ്ട്രീം സാധനങ്ങളിലേക്ക് വരുന്നതാണ്. അതാണ് ഈ മുജാഹിദ് എന്ന് പറയുന്നത്. മുജാഹിദ്, ജമാഅത്ത് ഇതുപോലത്തെ ആശയങ്ങളാണ് ഈ ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്നത്. ഇപ്പം കാന്തപുരം, കോഴിക്കോട് കാന്തപുരത്തിന് അറിയാവുന്ന എനിക്ക് പല പ്രസംഗങ്ങളും അബൂബക്കർ മുസ്ലിം വലിയ എനിക്ക് ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഈ ആള് മോദിയെ പോയി കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാല് ഇഴുകി ചേർത്ത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണകരമാകും, ഈ ഒരു ലൈനാണ് അവര് നോക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഈ അമ്പലങ്ങളിൽ കാശ് കൊടുക്കുന്നതിനോട് മറ്റേ വേശ്യാലയത്തിൽ കാശ് കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് സംസാരിക്കുകയുണ്ടായി. ഇതുപോലുള്ള ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യുക, പകരം മുജാഹിദ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ഈ ഒരു ലൈന്. മുജാഹിദിന്റെ ആണ് ഈ ഒരു അതിൽ തന്നെ വ്യത്യസ്ത ലൈനുകളുണ്ട്. ഉദാഹരണം കേരള നടുവത്തുൽ മുജാഹിദീനുണ്ട്, KNM പോലുള്ള പ്രസ്ഥാനം. അതിൽ തന്നെ ഹുസൈൻ മടവൂർജിയെ പോലുള്ള ഒരുപാട് പോസിറ്റീവും ഇൻക്ലൂസീവുമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹം ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. മരണസമയത്ത് ഈ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഈ പടയണി ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു. അപ്പം ചരിത്രത്തിൽ, അതായത് പണയത്തിലായിരുന്നു. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റീസിനോടും ഇന്ററാക്ട് ചെയ്താണ് പോകുന്നത്. ഈ ഒരു ലൈൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഈ എന്ത് ലൈൻ എന്നുള്ളതാണ് പ്രധാനം. ആ ലൈൻ എന്താണ്? ഇതാണ്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഔറംഗസേബ് കുറച്ച് കൺസർവേറ്റീവും കുറച്ചൊരു ഹാർഷ് പോളിസീസും എടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ദാരാ ഷിക്കോഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ ഇൻക്ലൂസീവും പ്ലൂറലിസ്റ്റിക്കും ആയിരുന്നു. എന്തിന്, മഹാനായ അക്ബർ. അതുകൊണ്ടാണ് പുള്ളിയെ നമ്മൾ ജലാലുദ്ദീൻ മുഹമ്മദിനെ അക്ബർ എന്ന് വിളിക്കുന്നത്. അക്ബർ ഒരു ആക്റ്റീവ് ബഹുസ്വരവാദിയും അക്ബറും ബീർബലും കൂടെ ശക്തമായി മതസൗഹാർദ്ദം ഉണ്ടാക്കിയത് ഒരു ഏറ്റവും വലിയ കൗതുകം. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയുടെ വിഭജന കാലത്ത് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് അതിശക്തമായിട്ട് ഇന്ത്യയുടെ ഒരുമയ്ക്ക് വേണ്ടി വാദിക്കുകയാണ് ഗാന്ധിജിയോടൊപ്പം. നിരീശ്വരവാദിയും പന്നിയിറച്ചി കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന വിശ്വാസി അല്ലാത്ത ജിന്നയാണ് പാകിസ്ഥാൻ വാദം പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിച്ചത്.
അതാണ് അതിന്റെ കൗതുകം. അതായത് ജിന്ന വിശ്വാസിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ജിന്നയെ കല്യാണം കഴിച്ചിരിക്കുന്ന മുസ്ലിമിനെ അല്ല. ജിന്ന അതായത് ഒരു കൺസർവേറ്റീവിന്റെ ലൈൻ പോലും ഇല്ല. ഒരിക്കലും ജിന്നയെ നമുക്ക് കൺസർവേറ്റീവ് മുസ്ലിം ഡ്രസ്സിൽ കാണാൻ പറ്റില്ല. പുള്ളി മദ്യപിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. അതൊന്നും തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. യൂഷ്വലി ഈ കൺസർവേറ്റീവ് എന്നിട്ട് ആ ജിന്ന ആണ് പാകിസ്ഥാൻ വാദം പറഞ്ഞത്. അതേപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് നിരീശ്വരവാദിയായ പശു സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത സവർക്കർ അടക്കമുള്ളവരെ പൊളിറ്റിക്കൽ ഹിന്ദുത്വം മുമ്പോട്ടാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വിശ്വാസത്തിന്റെ ലൈനിലെ, ഞാനതുകൊണ്ടാണ് എവിടെ പോകുമ്പോഴും അയ്യപ്പൻ, ബാബർ, വെളുത്ത, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ കൊടി നോക്കിയാൽ ഇന്ത്യയുടെ കൊടി, ഇന്ത്യയുടെ കൊടിയുടെ യഥാർത്ഥ അർത്ഥം ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്നാണ്. April 13, 1921 മഹാത്മാഗാന്ധി എഴുതി വെക്കുന്നുണ്ട്. ഇത് സംസാരമൊന്നുമല്ല, മഹാത്മാഗാന്ധി എഴുതി വെക്കുന്നുണ്ട് ഈ സാധനം. പക്ഷെ അവിടെ അങ്ങനെയാണ്, വേറെ മതങ്ങളില്ല ഇവിടെ. അവരെ അല്ല, അതിൽ ഈ നമ്മുടെ നാട്ടിലുള്ള മതങ്ങൾ പ്രധാനമായിട്ട് എടുത്താല് ഹിന്ദു, ബുദ്ധിസ്റ്റ്, സിഖ്, ജെയിൻ ഇതെല്ലാം സാഫ്രനെ അംഗീകരിക്കുന്നവരും ഈ റെഡ്ഡി ഷോക്രയാണ് സാഫ്രൻ നമുക്ക് തൽക്കാലം എടുക്കാം. ഓമിനെ അംഗീകരിക്കുന്നവരും ഈ ധാർമിക് റിലീജിയൻസ് ആണ്. ഈ ധാർമിക് റിലീജിയൻസിനെയാണ് പൊതുവെ ആ സാഫ്രൻ റെപ്രസെന്റ് ചെയ്യുന്നത്. വെള്ള വരുന്നത് ക്രിസ്ത്യാനികളെ, പാഴ്സികളെ, ജൂതന്മാരെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് കൂടുതലുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും, പച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ. ഇത് ഇനി കൗതുകം എന്താ അറിയാം, അതും ഭയങ്കര രസമാണ്. മഹാത്മാഗാന്ധി ആദ്യം 2 കളറെ ആഡ് ചെയ്യും. 2 കളർ, അതായത് സാഫ്രൻ അല്ലെങ്കിൽ റെഡ് ഷോക്രയും പച്ചയും. അപ്പോ ഒരു മൗലാന മുഹമ്മദ് അലി എന്നാണെന്ന് തോന്നുന്നു, മൗലാന അലി എന്നുള്ള വ്യക്തിയാണ് ഗാന്ധിജിയോട് പറയുന്നത്, നമ്മൾ 2 മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളും കൂടി ഉണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഗാന്ധിജിക്ക് തെറ്റ് മനസ്സിലാവുന്നത്. ഗാന്ധിജി എന്നിട്ട് കളർ കോഡ് റീഡിഫൈൻ ചെയ്യും. എന്നിട്ട് ഗാന്ധിജിയുടെ ആദ്യത്തെ ഫ്ലാഗ് ഡിസ്കഷന് വെക്കുന്നത് ആദ്യ കളർ വെള്ള, രണ്ടാമത്തെ കളർ പച്ച, മൂന്നാമത്തെ കളറാണ് ഈ ഹിന്ദു കളർ. എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനം ക്രിസ്ത്യാനികൾക്ക്, രണ്ടാമത്തെ സ്ഥാനം മുസ്ലിങ്ങൾക്ക്, ഏറ്റവും ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്ക്. ഇങ്ങനെ ഒരു ബാലൻസിലല്ലേ എല്ലാം പോകുന്നത്. ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പോകുന്നത് ഈ ഒരു തരത്തിൽ. വ്യത്യസ്ത സമുദായമുണ്ട്, വ്യത്യസ്ത വിശ്വാസമുണ്ട്, അവരെ ചേർത്ത് നിർത്തുക. നമ്മൾ ഈ ബാലൻസിൽ അംഗീകരിച്ചുകൊണ്ട് പറയണം. അങ്ങനെയാണെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു പ്രമാണം എത്രത്തോളം നമ്മുടെ മനുഷ്യന്മാരുണ്ട്, ഇപ്പൊ നമ്മുടെ ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെ പോലത്തെ ആൾക്കാർ, ഇവർ തീർച്ചയായിട്ടും സമൂഹമായിട്ട് എഴുകി ചേരാനുള്ള ഒരു ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് മുജാഹിദ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, എന്താണ് അവരുടെ സ്റ്റാൻഡ്? അവിടെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്ന്, ഇഴുകി ചേരുമ്പോഴും ആ വാക്കിന് ഈ കൺസർവേറ്റീവ് സർക്കിൾസിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇഴുകി ചേരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്വം ഇല്ലാതാകുകയല്ല. ഇഴുകി ചേരുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ടാണ്, മഴവില്ലായിട്ട് എടുത്താൽ മതി. മഴവില്ലിൽ വ്യത്യസ്ത നിറങ്ങളുണ്ട്. ആ വ്യത്യസ്ത നിറങ്ങൾക്കും പ്രാധാന്യവും ഒരുപോലെ നിൽക്കുന്നതാണ്. അല്ലാതെ വ്യത്യസ്ത നിറങ്ങൾ ഒരുമിച്ച് ഒരു നിറമാവുമല്ല. അപ്പൊ ഇഴുകി ചേരുന്നു എന്ന് പറയുമ്പോഴും മഴവില്ലഴകാണ്. മഴവില്ലിന്റെ അഴക് വ്യത്യസ്ത നിറമുള്ളതാണ്. മഴവില്ലിന്റെ അഴകെന്ന് പറഞ്ഞാൽ, എന്നാൽ അതാണ് ലൈൻ. അതായത് മുസ്ലിം ലീഗ് എടുക്കുന്ന ലൈൻ നല്ലതാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ കാന്തപുരം ഉസ്താദ് എടുക്കുന്ന ലൈൻ നല്ലതാണ്. അപ്പോ ഈ ലൈനുകളുണ്ട്. ഇനി ഞങ്ങളുടെ ഇടയില്, ഹിന്ദുക്കളുടെ ഇടയില് ഇതേപോലെ തീവ്ര ലൈൻ എടുക്കുന്ന ആൾക്കാരില്ലേ? ഹിന്ദുക്കളുടെ ഇടയിൽ തീവ്ര ലൈൻ എടുക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന നമ്മുടെ പി.സി. ജോർജ് സാർ, എന്റെ ചേട്ടനെ പോലെയാണ്, ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പി.സി. ജോർജ് സാർ. ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്താണ് ശബരിമല പ്രശ്നത്തില്. പുള്ളി സ്ഥിരം മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം, അതാണ് എന്നൊക്കെ പറയാനില്ലേ? പുള്ളി ചുമ്മാ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറയുന്നത് അല്ല, വെറും കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അതായത് പോളറൈസ് ചെയ്യാൻ വേണ്ടിയോ ഒരു എന്താ പറയണേ ഇതുണ്ടാക്കാം. അതെ അതെ, കറക്റ്റ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ആരാ പെട്ടെന്ന് തീവ്രത, ഒരുപാട് പേര് ഇങ്ങനെ തീവ്രത പറയുന്ന ആൾക്കാർ. ഇപ്പൊ സാധ്വി പ്രാചി എന്നൊരു സ്ത്രീയുണ്ട്. അവര് മുസ്ലിം മുക്ത ഭാരതം വേണമെന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഞാനാണ് അതിനെതിരെ പോലീസിൽ FIR ഒക്കെ ഇട്ടത്. FIR ഇടുകയും ഉത്തർപ്രദേശിൽ അയച്ചു കൊടുക്കുകയും ഇവരെ ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുകയും ചെയ്തു. അപ്പോ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട എന്താ, എല്ലാത്തിലെയും മിതവാദികൾ മുമ്പോട്ട് വരണം. എന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആര് പറഞ്ഞു അഭിപ്രായ വ്യത്യാസം ഇല്ലാതാവുന്നു? ഇപ്പൊ എനിക്ക് തോന്നുന്നു അപർണയാണെന്ന്, ന്യൂസ് 18 അപർണജി എന്നോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാരോടും അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വേറെ എന്താ നമുക്ക് പണി? സാമൂഹ്യ രംഗത്താണ്, വേറെ എന്താ നമുക്ക് പണി? പക്ഷെ ഞാനൊരു സ്നേഹ ബഹുമാനത്തോട് നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ആഗ്രഹിച്ചത്, ഞാനിപ്പോ വിശ്വാസം വിട്ടിട്ട് ഒരു 7 കൊല്ലായി. ഞാൻ തീവ്ര വിശ്വാസിയായിരുന്ന സമയത്ത് പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ കേരളത്തിലെ BJPയുടെ MLA ആയിട്ട് വരണം എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കക്ഷി രാഷ്ട്രീയം ഇല്ല. കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പാർട്ടികളോടും നല്ല
നമുക്ക് റെസ്പെക്ട് ആണ്. പക്ഷെ എന്റെ പ്രശ്നം BJP-യിൽ 2 ലൈനുണ്ട്. ഞാനത് കൃത്യമായിട്ട് അങ്ങയുടെ അറിവിന് വേണ്ടി പറയാം. ഒന്ന് ശ്രീധരൻപിള്ള സാറിനെ പോലെ, സുരേഷ് ഗോപി ചേട്ടനെ പോലെ, അല്ലെങ്കിൽ കുമ്മൻ രാജശേഖരനെ പോലുള്ളവർ എടുക്കുന്ന ഒരു മതസൗഹാർദ്ദ ലൈനുണ്ട്. നേരെ തിരിച്ച് നമ്മുടെ സുരേന്ദ്രൻജി, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടമാണ്, ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, സുരേന്ദ്രൻജി എടുക്കുന്ന, അല്ലെങ്കിൽ RSSലെ ശശികല ടീച്ചർ എടുക്കുന്ന, അവരെ പോലുള്ള പ്രതീഷ് വിശ്വനാഥ് എടുക്കുന്ന ഒരു തീവ്ര ലൈനാണ്. ഇതിന്റെ ആവശ്യമില്ല, അത് തെറ്റുമാണ്, അതിന്റെ ആവശ്യമില്ല. ഇനി അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ പറയുന്ന ഒരു വിഷയം കേട്ട് കാണും, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് ആ ഒറ്റ വരി അറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം മനസ്സിലാവും. അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച ഇല്ല. അവൻ ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രുവിനെ ആവശ്യമാണ്. അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, പറയനെ, പുലയനെ, ബ്രാഹ്മണനെ, ധീവരനെ, ക്ഷത്രിയനെ, ആദിവാസിയെ, അമ്പലവാസിയെ ഒക്കെ ഒന്നിപ്പിക്കാൻ മറുഭാഗത്തൊരു ശത്രു ഉണ്ട്. അവൻ നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവൻ നമ്മുടെ സ്വത്ത് തട്ടിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്ത് ഞങ്ങളെ പേടിപ്പിച്ചൊന്നിപ്പിക്കുകയാണ് അവർ ലക്ഷ്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന്റെ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ലൈവ് അങ്ങേക്ക് ഓർമ്മയുള്ള എക്സാമ്പിൾ എടുത്ത് ലൈവ് പറയാം. കേരള സ്റ്റോറി എന്ന സിനിമ വന്നു. കേരള സ്റ്റോറി 3 പെൺകുട്ടികളുടെ യഥാർത്ഥ ജീവിതമാണ്. നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ. ഇത് സത്യമാണ്. ഈ 3 കുട്ടികൾ ഇന്ത്യയിലില്ല. അവർ ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് വഴങ്ങി അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ പോയി തോന്നുന്നു. നിമിഷ ഫാത്തിമയുടെ സഹോദരൻ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു മേജറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ പട്ടാളത്തിലെ മേജറായ ഒരു വ്യക്തിയുടെ സഹോദരിയാണ് ഈ എക്സ്ട്രീമിസ്റ്റും റാഡിക്കൽസും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി മറ്റും ചെയ്തത്. നമ്മുടെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ലെഫ്റ്റ് അടക്കമുള്ള മതേതര കാഴ്ചപ്പാട് നിൽക്കുന്നവർ ഈ വിഷയം അത്ര ശക്തമായി പറയില്ല. കാര്യം അവരുടെ പേടി BJP-ക്കാരത് ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ ലാഭം ഉണ്ടാക്കുമെന്നാണ്. നേരെ തിരിച്ച് കേരള സ്റ്റോറി പറയുന്നത് പോലെ 32,000 പേര് പോയി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് BJP-ക്കും RSSനും ഇത് അംഗീകരിക്കുന്ന നമ്മുടെ കാസ അടക്കമുള്ളവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട എന്താ, കൃത്യം പാർട്ടികളുടെ പേരെടുത്ത് പറഞ്ഞാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI, ഇവർക്ക് ഈ 3 പേര് പോയ കാര്യം അറിയാം. 32,000 പേര് കള്ളമാണെന്നും അറിയാം. അപ്പൊ അവർ 32,000 പേരുടെ കള്ളം എന്ന് മാത്രം പറഞ്ഞു നിൽക്കും. BJP-ക്കും കാസയ്ക്കും RSSനും എന്തറിയാം, 32,000 പേര് പോയത് കള്ളമാണെന്നറിയാം, പക്ഷെ 3 പേര് പോയത് സത്യമാണെന്നറിയാം. അവർ ഈ 3 പേരുടെ കാര്യം മാത്രം എംഫസൈസ് ചെയ്ത് 32,000 കള്ളമാണെന്നുള്ള കാര്യം മറച്ചു വെക്കും. ഞാൻ അടക്കമുള്ളവർ ഇന്ത്യ ടുഡേയിലെ എല്ലാ ചാനൽസിലും പറഞ്ഞ കൃത്യമായ കാര്യം, ഇതിലൊരു സത്യമുണ്ട്. കാര്യം 3 പേര് പോയല്ലോ, അപ്പൊ ഇല്ലെന്ന് പറഞ്ഞത് കാര്യമില്ലല്ലോ. നമുക്ക് ഒരേ പേഴ്സണലി, അവരുടെ അമ്മയൊക്കെ പേഴ്സണലി എനിക്കറിയാം. 3 പേര് പോയി എന്നുള്ള സത്യമാണ്, 32,000 പേരെന്നുള്ളത് കള്ളമാണ്. നിർബന്ധിത മതപരിവർത്തനങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട്. അങ്ങേക്ക് അറിയാവുന്നറിയില്ല, സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മോൻ ഇതേപോലെ ഫോഴ്സ്ഡ് കൺവേർഷന്റെ ഭാഗമായി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയായി മാറിയതാണ്. അതായത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച, മുസ്ലിങ്ങളോട് അമിത സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുത്വ തീവ്രവാദികളോ അല്ലെങ്കിൽ ഗോഡ്സേവാദികളോ കൊന്നുകളഞ്ഞ മഹാത്മാഗാന്ധിയുടെ മകൻ ഈ ഹരിലാല് ഇസ്ലാമിലേക്ക് പോയപ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഇവൻ ആത്മീയമായി പോയെങ്കിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല, പക്ഷെ ബാക്കി പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് കൊണ്ടുപോയത്. ഇനി ആരാ അത് ചെയ്തത്? ഗാന്ധിജിയെ താഴ്ത്തിക്കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ. അപ്പൊ അവർക്ക് എന്ത് വേണം? ഗാന്ധിജി ഒന്ന് താഴ്ത്തിക്കെട്ടണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ആലോചിച്ച് നോക്കണം. സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധിയുടെ മോൻ മതം മാറി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അന്നത്തെ ചർച്ചകൾ എന്തുമാത്രമായിരിക്കും. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒരു വടംവലിയായിട്ട് എടുക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ ഇടപെട്ടൊരു കേസ്, അഖില ഹാദിയുടെ ഒരു കേസ്. ഒരു കാര്യം എനിക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, വിട്ടുപോകരുത്. നിങ്ങൾ 3 പേരുടെ കാര്യം നിങ്ങൾ അംഗീകരിച്ചു, ഓക്കെ. നിങ്ങള് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്ന്, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടുവകയുള്ള ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും മുസ്ലിങ്ങളാണ്, അവർ സിറിയയിൽ എന്നുള്ളത് ഈ റോങ് പ്രവർത്തനത്തിന് പോയതാണ്. അത് ആരും അറിയാതെ മുങ്ങിയതാണ്. ഇതേപോലെ ഞാൻ ബഹ്റൈനിലുള്ളപ്പോൾ അവിടെ ഒരു ഫാമിലി, തൃശ്ശൂരുകാര്, നല്ല ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒരു സുപ്രഭാതത്തിൽ മുങ്ങി. നല്ല ശമ്പളമുള്ള ജോലിയിൽ നിൽക്കുന്നത്, ഗവൺമെന്റ് മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്ന 2 ഭാര്യയും ഭർത്താവും അവർ ഇതുപോലെ മുങ്ങി. അവരും എത്തിയത് സിറിയയിലാണ്. ഇതുപോലത്തെ കേസുകളുണ്ട്. അതെവിടെ FIR അല്ലെങ്കിൽ അല്ല, അത് FIR വേണ്ട, പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് 112 പേര്, പ്രത്യേകിച്ച് 80 പേരോ സംതിങ്ങോ ഗൾഫ് ഏരിയയിൽ നിന്ന് പോയി. ഇത് നമുക്ക് ഔദ്യോഗിക കണക്കുണ്ട്. ഇതിനു വേണ്ടി കോടാനുകോടി രൂപ മുടക്കി നമുക്കൊരു ഇന്റലിജൻസ് സംവിധാനവും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യക്കുള്ളിലും പുറത്തും IB-യും റോയും നമ്മുടെ പല സീക്രട്ട് യൂണിറ്റ്സും ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതല്ലേ അവരുടെ പണി, വേറെ എന്താ? അമേരിക്കയിലാണെങ്കിൽ CIA-യും ഇസ്രായേലിലും മൊസാദും ഉള്ളതുപോലെ ഇവരുടെ പണി എന്താ? ഇത് ട്രാക്ക് ചെയ്യുക. ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ പോവുക, കൂടുതൽ ആൾക്കാരെ അറിയുക.
ശരിക്കും കേരളത്തിൽ നിന്ന് ആരെങ്കിലും സിറിയയെ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പോകുന്നെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നെങ്കിൽ അവന് ഭ്രാന്തല്ലേ? ഇത്രയും പോലെ നല്ലൊരു കേരളം പോലെ സുന്ദരമായ നടക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷെ ഇങ്ങനെ നടക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കണക്ക് പറയാം 112 പേരാണ് പോയെന്നാ. നമ്മുടെ നാട്ടിൽ 1 കോടി മുസ്ലിങ്ങളുണ്ട്. അതിൽ 100 പേര് പോയി എന്ന് പറഞ്ഞാൽ 0.00001% ആണ് പോകുന്നത്. സംബന്ധിച്ച് പക്ഷെ ഇപ്പോഴിത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഈ പ്രവണതകൾ കുറച്ച് കുറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നെ പോലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീ ഹിന്ദുവിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് കല്യാണം കഴിക്കുന്നുള്ളത്. ആ സമയത്ത് ചില ആൾക്കാർ അങ്ങനെ ഹാർഡ് ലൈനേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആ ഹാർഡ് ലൈനേഴ്സ് അതെ അതിനെ നമ്മൾ കൃത്യമായി വിളിക്കുന്ന പേര് നിർബന്ധിത മതപരിവർത്തനം എന്നാണ്. ഫോഴ്സിബിൾ കൺവേർഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവേർഷൻ. രഹസ്യമായിട്ട് നടക്കുന്നു, അന്ന് പരസ്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ട് അതിനെ തടയുക തന്നെ വേണം. അതുകൊണ്ടാണ് ഗാന്ധിജി അന്ന് പറയുന്നത് നമുക്കൊരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണം. അങ്ങേക്ക് അറിയുമ്പം കൗതുകം തോന്നും. ഇതിന് ഹിന്ദുക്കളെ ഏറ്റവും പിന്തുണയ്ക്കുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹം അന്ന് ബോംബെയിലെ പള്ളിയിലച്ഛനായിരുന്ന കാർഡിനൽ ഗ്രേഷ്യസ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഒരു എഴുതുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മൗലാന അബുൽ കലാം ആസാദ് പറയുന്നത്, നമ്മളെ പോലെയല്ല, ഹിന്ദുമതം വളരെ അസംഘടിതമായി കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പാനിക് ഉണ്ടാകും. അപ്പോ നമ്മളത് മനസ്സിലാക്കണം. ഈ മാസ് കൺവേർഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം പണ്ടൊക്കെ പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളോടെ കൺവേർട്ട് ചെയ്തു പോയി എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമായിരുന്നു. അപ്പൊ ഇത് ഹിന്ദുക്കളുടെ മനസ്സിൽ ഭയങ്കര പാനിക് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ 3 സഹോദരനുണ്ടെന്നിരിക്കട്ടെ. നമ്മുടെ പഴയ പറഞ്ഞ അമർ, അക്ബർ, ആന്റണി. അതാണല്ലോ പണ്ട് നമ്മുടെ ഗവൺമെന്റും അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ ഉള്ളത് പോലെ. അമറിന് കുടുംബമുണ്ട്, അക്ബറിന് കുടുംബമുണ്ട്, ആന്റണിക്ക് കുടുംബമുണ്ട്. ഈ അമർ അക്ബറിനെ ആന്റണി ഇല്ലാതാക്കാൻ നോക്കായിരുന്നാൽ മതി. ആന്റണി അമറിന്റെ കയ്യിൽ നിന്നോ അക്ബറിന്റെ കയ്യിൽ നിന്നോ സാധനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചു മേടിക്കാൻ നോക്കിയിരുന്നാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ അമർ ബാക്കിയുള്ളവന്റെ സ്ഥലവും ബാക്കിയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറാതെ ഈ നമുക്കൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തിക്കൂടി? കണ്ടെത്തണം. പക്ഷെ അത് എല്ലാവരും വിചാരിക്കണം. അല്ല, അതിന് എന്റെ റിക്വസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ. അതാ പറഞ്ഞത്, ഞാനിത് ഡോക്യുമെന്റ് ചെയ്തോട്ടെ, എനിക്ക് വിരോധമില്ലല്ലോ. ഒരിക്കലും. അപ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്കളടക്കം മുസ്ലിം മത വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ചെയ്യേണ്ടത് അതിലുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു, മുനീർ സാഹിബിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞാലിക്കുട്ടി സാറിന് വലിയ ഇഷ്ടമാണ്, എന്നും നമ്മുടെ സമൂഹത്തിന്റെ ബഹുസ്വരതയാണ്. പോട്ടെ, നമ്മുടെ നാട്ടിൽ ബാബറി മസ്ജിദ് വിഷയം നടന്നപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിയത് തങ്ങൾ കുടുംബമാണ്. അതിന് മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണല്ലോ INL അടക്കം ഉണ്ടാവുന്നത്. അതായത് വേണ്ട രീതിയിൽ മുസ്ലിം താല്പര്യങ്ങളെ ഡിഫെൻഡ് ചെയ്തില്ല എന്നുള്ളതാണല്ലോ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. ഞാൻ പോയ പരിപാടി ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ 1000 പള്ളികൾ നശിച്ചാലും ഒരൊറ്റ ക്ഷേത്രത്തിന് പോലും ഒരു കേടുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് തന്നെയാണ് ഗാന്ധിജി നോർത്ത് ഇന്ത്യയിലും ഇന്ത്യ മുഴുവൻ ചെയ്തത്. ഗാന്ധിജി പറഞ്ഞു, ഞങ്ങൾ എല്ലാ ഹിന്ദുക്കളെ കൊന്നാലും ഒരു കാരണവശാലും ഒരു മുസ്ലിമിനെ തൊടാൻ സമ്മതിക്കില്ല. ഇതിനെയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ തെറ്റിദ്ധരിച്ച് ഗാന്ധിജിക്ക് മുസ്ലിങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അതൊരു പറച്ചിലിന്റെ രീതിയാണ്. അതായത് അതൊരു പൊസിഷനിങ് ആണ്. അതായത് ആൾക്കാരെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ്. അതായത് ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി അടിക്കണ്ട എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഈ രീതിയിൽ എന്തായാലും പറഞ്ഞു തീർക്കുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ലോകത്തിലെ ഏറ്റവും ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ രാജ്യമാണ് ഇന്ത്യ. ഇതിനെക്കാട്ടി കൂടുതലുള്ള ഒരു പക്ഷേ ഇന്തോനേഷ്യ, നമ്മളോടൊപ്പമുള്ള പാകിസ്ഥാനും, അവിടെ രണ്ടും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സമുദായമുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ റോമിനും പോപ്പ് അല്ലെങ്കിൽ പാപ്പസി ഉണ്ടാകുന്നതിന് 400 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ഇസ്രായേലിൽ പോയിരുന്നു, ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അവരിന്നും ലോകത്ത് ഞങ്ങൾ ഒരിക്കലും വേട്ടയാടൽ നേരിടപ്പെടാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. കാര്യം BC 500 അതിനു മുമ്പോ അതിനുശേഷം ഒക്കെ ജൂതന്മാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാ കണക്ക്. അതേപോലെ തന്നെ ബുദ്ധൻ ജനിച്ച, മഹാവീരൻ ജനിച്ച നാടാണ്. ഈ മതങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി. എന്നാൽ ഇതിനർത്ഥം മതേതരവാദികളെയോ നിരീശ്വരവാദികളെയോ എതിർക്കണമെന്നല്ല. അവരെയും ബഹുമാനം. ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എന്റെ താല്പര്യം കൂടുതൽ വിശ്വാസികളോടായിരിക്കും. ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോകണം. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ്, താങ്കൾ അടക്കമുള്ളവര് ആക്റ്റീവ്ലി അതുകൊണ്ട് മതത്തിലേക്ക് പോയിട്ട്, ഇല്ലെങ്കിൽ അങ്ങ് മതത്തിലെ തീവ്ര സ്വരക്കാർക്ക് അങ്ങയുടെ സ്പേസ് കൺസീഡ് ചെയ്യാണ്. താങ്കളടക്കമുള്ള റീസണബിളായി കാര്യങ്ങൾ കാണുന്ന ഇത്തരം വിഷയങ്ങളിൽ വളരെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാര് വിശ്വാസത്തിനുള്ളിൽ നിന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ തന്നെയുള്ള തീവ്ര സ്വരക്കാര് അത് ഉപയോഗിക്കുകയും കൂടുതൽ തീവ്രതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ രാഹുൽ ഈശ്വർ ഹിന്ദു സമൂഹത്തിന്റെ വിഷയങ്ങൾ റെപ്രസെന്റ് ചെയ്തില്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ആ വിഷയങ്ങൾ എടുത്ത് ദുരുപയോഗം ചെയ്ത് മുസ്ലിം ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കി മുമ്പോട്ട് പോകും.
അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിട്ട് ഇത് നമ്മുടെ പറഞ്ഞാല് എന്റെ ഒരു സർക്കിളിൽ തന്നെ നമ്മളൊക്കെ ഒരുമിച്ച് നിസ്കരിച്ച്, അതായത് നമ്മളൊക്കെ നന്നായിട്ട് ഖുർആൻ ഇതൊക്കെ ചെയ്യും. ഇതുപോലത്തെ ചുരുങ്ങിയ ഒരു 20 ആൾക്കാർ എന്റെ സർക്കിൾ, അതായത് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പല സ്ഥലത്തായിട്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത് നമുക്ക് അറിയുന്നവർ തന്നെ ഇതിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ നമ്മൾ ആരും തന്നെ ഇത് പുറത്തു പോയിട്ട് ഒരു വിഷയമാക്കി പറയില്ല. കാരണം നമ്മൾ ആൾക്കാരുടെ വിശ്വാസം നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഹേർട്ട് ചെയ്യാൻ പാടില്ല. എന്തായാലും അവരോടും കൂടെ എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുക, ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ഒക്കെ ചേർന്ന് ഞാൻ അയച്ചു തരാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അവരോടും പറയുക, വെളിയിൽ വരരുത്. എന്തു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കണം. ഇപ്പം ഞങ്ങളുടെ ഇടയിലുള്ള ജാതീയതയൊക്കെ, ഞങ്ങളുടെ ഹിന്ദുക്കളെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഈ അമ്പലത്തിൽ കയറാൻ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ജാതീയത ഉണ്ടായിരുന്നു. ശരിയാക്കിയതിൽ 95% വിശ്വാസികളാണ്. വിശ്വാസികളായ ഗാന്ധിജിയും വിശ്വാസികളായ വിവേകാനന്ദനും വിശ്വാസികളായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ഭാരതകേസരി വന്നത്തോത്നാമനും ഒക്കെയാണ് ഇത് ശരിയാക്കിയത്. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ വെളിയിൽ പോയി അതിനെ നന്നാക്കാൻ പറ്റില്ല. സിസ്റ്റത്തിന്റെ വെളിയിൽ പോയി അതിനെ കുറ്റം പറയാൻ പറ്റും. നമ്മുടെ അവിടെ ഈ ഗതികേടാണ് രാഹുൽ ജി. ഇപ്പൊ രാഹുലിന്റെ ഒരു ചർച്ച എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 15-ന്റെയും 17-ന്റെയും ഇടയിൽ, 2015-നും 17-ന്റെ ഇടയിൽ രാഹുൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരാളടുത്ത്, ഞാൻ മരിച്ചാൽ നരകത്ത് പോവാ സ്വർഗത്ത് പോവാൻ. ആ ആൾ ആദ്യം ആൻസർ ചെയ്യാണ്ടിരുന്നപ്പം രാഹുൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് തുറന്നു പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു അറിയാം മുസ്ലിം മതവിശ്വാസ പ്രകാരം അവിടെയാണ് നമുക്ക് അവിടെ കറക്റ്റാണ്. അവിടെ ജലീൽ സാറിനെ പോലുള്ളവർ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകം എഴുതുമ്പോൾ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്താൽ മതി. ജലീൽ സാർ വലിയൊരു പണ്ഡിതനാണ്, ഇടതുപക്ഷത്തോട് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് സ്വർഗസ്ഥനായ ഗാന്ധി. ഒരുപക്ഷെ അങ്ങ് കേട്ടാണ്. വളരെ ഞാൻ കുറച്ച് ട്രാൻസ്ക്രിപ്റ്റ് കുറച്ച് എക്സെപ്റ്റേ വായിച്ചിട്ടുള്ളൂ, നല്ലതാണ്. അപ്പൊ ഈ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയും മദർ തെരേസയും അബ്ദുൽ കലാം ഒന്നും സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഏത് സ്വർഗത്തിൽ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിജിയും മദർ തെരേസയും അബ്ദുൽ കലാം ഒന്നും ഇല്ലാത്ത സ്വർഗം എന്ത് സ്വർഗമാണ്? അപ്പം ഇത് എല്ലാ മതത്തിലും കുറച്ച് കൺസർവേറ്റീവ് ആൾക്കാരുണ്ട്. ഇവര് പലപ്പോഴും പാവങ്ങളാണ്, അതിവൈകാരികതയിൽ പെട്ടുപോകുന്നതാണ്. അപ്പൊ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുത്ത് കൂടെ വരണം. അതുകൊണ്ട് അങ്ങ് തിരിച്ച് എന്റെ റിക്വസ്റ്റ്, അങ്ങയുടെ കൂട്ടിൽ ആൾക്കാരോട് സംസാരിച്ച് എക്സ് മുസ്ലിം ആവാതെ പകരം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ സത്ത എടുത്ത് പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വളരെ ശാന്തമായിട്ട് ഉള്ളിൽ നിന്നും അങ്ങ് തിരുത്തിയാൽ മതി. അതായത് ഇത് വേറൊരാൾ അറിയ പോലും വേണ്ട. നമ്മുടെ ഉള്ളിൽ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് അല്ല, 2 കാര്യങ്ങളാണ് അത് അങ്ങ് ഓർത്തിരിക്കേണ്ട കാര്യം. നമുക്ക് 2 കൈയാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ 2 കൈ, ഒരു കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിന്റെയോ സമൂഹത്തിന്റെയോ താല്പര്യങ്ങൾ, മറുകൈ എല്ലാവരുടെയും താല്പര്യങ്ങൾ. ഇത് ബാലൻസ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പറ്റില്ല. അതായത് എല്ലാവരെയാണ് ഈ ഗ്രൗണ്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. കാരണം ഇപ്പം മുസ്ലിം പള്ളികളെ ചില സ്ഥലത്ത് ഇപ്പോഴും ആ ബോർഡ് പല പള്ളിയിൽ നിന്നും ആൾക്കാർ മാറ്റുന്നുണ്ട്. അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്റെ ഫാദർ മരണപ്പെട്ടപ്പം കബറടക്കം ചെയ്യാൻ പോകുന്ന സമയത്ത് നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും ചോദിച്ച്, നമുക്ക് ഇതിന്റെ അകത്ത് കയറാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കയറുക മാത്രമല്ല, നിങ്ങൾക്ക് മണ്ണൂടാം. അത് അങ്ങക്ക് ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യാൻ കഴിഞ്ഞത്. ഇവൻ താങ്കൾ ഒരു അറിയപ്പെടുന്ന സോക്കോൾഡ് നിരീശ്വരവാദിയും എക്സ് മുസ്ലിമും ആണെങ്കിൽ ഒരുപക്ഷെ ഇത് പറയാനുള്ള ലെവറേജ് കിട്ടുമോ? ഇപ്പൊ ഞാൻ വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ള ആൾക്കാർ പൂജ പഠിച്ച് പൂജാരിമാരാകണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ശബരിമല അടക്കമുള്ള അമ്പലങ്ങളിൽ. ഞാനിത് വിശ്വാസിയായി നിന്നിട്ട് പറയുന്നോണ്ടാണ് അതൊരു ഡിബേറ്റ് എങ്കിലും ആകുന്നത്. അവിശ്വാസിയാണെങ്കിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഇടയിലെ അൾട്രാ കൺസർവേറ്റീവ് എന്ന് പറയും, കണ്ടില്ലേ അവൻ മറ്റേ നിരീശ്വരവാദിയും പുരോഗമനവാദിയും ഒക്കെയാണ്, അവന് നമ്മുടെ ആചാരങ്ങളോടും മറ്റും വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കേണ്ടത്. നേരെ തിരിച്ച് അവരിൽ ഒരു ചിന്ത ഉണ്ടാക്കുന്നത് രാഹുൽ ഈശ്വർ ഇത്രയും മെനക്കെട്ട് 4-5 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട് 10 ദിവസം ജയിലിൽ കിടന്ന് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോ വിശ്വാസി തന്നെയാണ്. എന്റെ മക്കളുടെയും ജീവിതത്തിൽ നമ്മളെല്ലാം വിശ്വാസികളായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം റീസണബിൾ ആയിട്ടൊരു വിശ്വാസി ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, നമുക്ക് ശരിയാക്കിക്കൂടെ? ഈ ലൈൻ അല്ലേ ഇപ്പൊ നമ്മുടെ ജാതീയത മാറ്റാൻ വേണ്ടി അൾട്രാ കൺസർവേറ്റീവ്. ഗാന്ധിജി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ ഒരു കൂടിയ നമ്പൂതി അല്ലെങ്കിൽ കൂടിയെന്ന് സ്വയം വിശ്വസിക്കുന്ന ബ്രാഹ്മണൻ ഗാന്ധിജിയെ പോയി കാണൂല എന്ന് പറഞ്ഞു. അതായത് എനിക്ക് അങ്ങനോട് സംസാരിക്കണ്ട, ഞങ്ങൾ ഇത് മാറ്റാൻ പറ്റൂല. ഗാന്ധിജി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി കാണാം. അതായത് ഇങ്ങോട്ട് വന്ന് കാണുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണാം. എന്നിട്ട് ഗാന്ധിജി സംസാരിച്ച് നമ്മുടെ വൈക്കം ക്ഷേത്രം, കോട്ടയം വൈക്കം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൂടെ ആൾക്കാരെ നടത്തുന്നതിനെയൊക്കെ കുറിച്ചാണ് ഗാന്ധിജി സംസാരിച്ചു. പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് കഷ്ടമല്ലേ, ഇത് ചെയ്യുന്നത് എന്തൊരു അനീതിയാണ്. നമ്മുടെ കൂടെ അതായത് ഹിന്ദുക്കളിൽ തന്നെയുള്ള ആൾക്കാരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് വലിയ അന്യായമല്ലേ? നേരെ മറിച്ച് മറ്റവനെ പിടിച്ച് ജയിലിലിടുന്നല്ല പറഞ്ഞത്. നമുക്ക് ഈ എന്താ പറയണേ, റിഫോർമേഷനെക്കാട്ടി കുറച്ചുകൂടെ ഈ വാക്ക്, ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി കറക്റ്റീവ് മെഷറായി പോകണം.
അപ്പൊ എന്തായാലും ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കാം. ഞാനിത് സാധനം ചെയ്യുമ്പോൾ അങ്ങനെ അയച്ചും തരാം. പ്ലസ് ഈ കാര്യം ഒന്നും ഓർക്കുക, ഉള്ളിൽ നിന്ന് വിശ്വാസത്തെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും സമയം ഉണ്ടാവുന്ന ഞാൻ വളരെ സന്തോഷം സംസാരിച്ചു. ഒരു കാര്യം കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തോട്ടെ. മുസ്തഫ മൗലവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം. നിങ്ങൾ സുഹൃത്താണോ? സുഹൃത്താണ്. 2 ചർച്ചകൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവും ഞാനും കൂട്ടിരുന്നപ്പോഴാണ് മറ്റേ ഈ അദ്ദേഹം കാര്യമായിട്ട് ഈ ഷുക്കൂർ വക്കീലിന്റെ 2ാം കല്യാണത്തെയൊക്കെ, രണ്ടാം കല്യാണമല്ല, അദ്ദേഹത്തിന്റെ കല്യാണം തന്നെ വീണ്ടും കഴിച്ചതിനെയൊക്കെ പോസിറ്റീവായി പറയുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഈ പോയിന്റ് പഠിച്ചത് യഥാർത്ഥത്തിൽ. അതായത് 50 ലക്ഷം രൂപ ഞാൻ ഇതാ പറഞ്ഞത്. അങ്ങനെ എക്സ്ട്രീം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പൊ അങ്ങനെ അറിയാവുന്നറിയില്ല, കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് വരുന്ന വ്യക്തി ഞാനാണ്. അതായത് അപ്പം അവരുടെ പ്രശ്നം എന്താ അറിയാമോ? എന്നെ പോലെ അന്യമത വിശ്വാസിയായ അന്യ സമുദായക്കാരനെ മുസ്ലിം സമൂഹത്തിന്റെ പരിപാടിക്ക് ചീഫ് ഗസ്റ്റായി വിളിച്ചു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ അടക്കം ഇരിക്കുന്ന വേദിയിലേക്ക് ഒരു ട്രക്കിൽ ബോംബ് വെച്ച് ഇടിച്ചു കയറ്റാന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു പ്രാന്താണ് ആലോചിച്ച് നോക്കിയേ. എത്ര മുസ്ലിങ്ങളാണ് പാവം അതിൽ ആക്രമിക്കപ്പെടുന്നത്. അപ്പൊ ഇതുപോലെ ഭ്രാന്തന്മാരുടെ എക്സ്ക്ലൂസിവിറ്റി ഒരു മതത്തിനുമില്ല. എല്ലാ മതങ്ങളിലും ഭ്രാന്തന്മാരുണ്ട്, പക്ഷെ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. അപ്പൊ അവരെ നമുക്ക് നന്നാക്കാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞാൻ കേട്ടോ സ്റ്റേം അയച്ചു. വളരെ സന്തോഷം. നിങ്ങൾ ഇൻഫർമേഷൻ എന്തെങ്കിലും എന്റെ അടുത്ത് അയച്ചോളൂ. ഞാൻ വാട്സാപ്പിൽ ജസ്റ്റ് ആയി വിട്ടേക്കാം. വളരെ സന്തോഷം. ഓക്കെ, ശരി, ബൈ.